ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം അല്ലേ? ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഈ രാജ്യത്ത് ധാരാളം സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. പരിശുദ്ധ റമദാനിന്റെ, പവിത്രമായ റമദാനിന്റെ, പുണ്യമാക്കപ്പെട്ട റമദാനിന്റെ പകലുകളിലും രാത്രികളിലും മംഗലാപുരത്ത് പോലും മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടു. ആയിരക്കണക്കിന് ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ ത്രിശൂലം കുത്തിക്കടത്തി ഗുജറാത്തിൽ. ഇതെല്ലാം നമ്മൾ കണ്ടു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞു. മാറാട് 9 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു, 5 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു. പൂന്നാട്ട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു. എന്തായത്? എന്തിനായത്? എന്ത് നേടി? ലോകത്തെ യുദ്ധങ്ങൾ എന്ത് നേടി? ഹിരോഷിമയിൽ, നാഗസാക്കിയിൽ ട്രൂമാന്റെ നേതൃത്വത്തിൽ ബോംബ് കൊണ്ടുപോയി തുപ്പിയിട്ട് മാനവരാശി എന്ത് നേടി? ലോകം കണ്ട യുദ്ധങ്ങളിൽ ലോകം എന്ത് നേടി? മനുഷ്യരെ, ഈ പ്രസംഗം ലോകത്തെ മുഴുവൻ ജനങ്ങൾക്കും എന്റെ ഭാഷ അറിയുമായിരുന്നെങ്കിൽ, ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധ്യമല്ല മനുഷ്യനെ കൊല്ലാൻ. എന്തിനാത്? മാനിഷാദ അരുത് കാട്ടാള. ഭാരദ്വജന്റെ കൂടെ തമസാ നദിയുടെ തീരത്ത് പോയി 2 പക്ഷികൾ കൊക്കുരുമ്മി സ്നേഹം പങ്കുവെക്കുമ്പോ കാട്ടാളൻ അമ്പെയ്ത് കൊല്ലാൻ ശ്രമിച്ചപ്പോ മാനിഷാദ അരുതടോ, അരുത്, ഒരു പക്ഷിയുടെ രക്തം പോലും ഈ ഭൂമിയിൽ വീഴരുത്, അങ്ങനെ ഈ ഭൂമി പാപമംഗിലമാകരുത്. ഈ ഭൂമിയുടെ സ്ഥിതി എന്താ? മഹാനായ ONV കുറുപ്പ് പറഞ്ഞ പോലെ ഭൂമിയുടെ സ്ഥിതി എന്താ? ഇഷ്ടവധുവാം നിന്നെ സൂര്യൻ അണിയിച്ച ചിത്രപട കഞ്ചുകം തെല്ലൊന്ന് നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ച് തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം നിൻ തിരുഹൃദയ രക്തം കുടിപ്പാൻ. 12 കൊല്ലം പെറ്റ പറയിക്കും അമ്മ നീ, എണ്ണിയാലൊടുങ്ങാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളൊന്നും ഒന്നുപെറ്റു. ഈ രാജ്യം, ഈ ലോകം, ഈ ഭൂമി ഇന്ന് തകർന്നു, തരിപ്പണമായി, നശിച്ചു, നാശകർത്തത്തിലേക്ക് വീണു. ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം, CFC, അൾട്രാവയലറ്റ് രശ്മികൾ, കോസ്മിക് രശ്മികൾ മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ട് നശിച്ചു. ആകാശമണ്ഡലങ്ങൾ ചൂടുപിടിച്ചു അല്ലേ? ഹിമാലയ സാനുക്കൾ ഉരുകിത്തീർന്നു. വർഗീയ കലാപം കൊണ്ട് മനുഷ്യന്റെ മനസ്സ് മലീമസമായി. നമുക്ക് കണ്ടുകൂടാ അല്ലേ? ഹിന്ദുവിനെ മുസ്ലിമിനെ കണ്ടുകൂടാ അല്ലേ? മുസൽമാന് ഹിന്ദുവിനെ കണ്ടുകൂടാ അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ, 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ 1857 1ാമത്തെ വിപ്ലവത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കൈകോർത്ത് പിടിച്ചു അല്ലേ? അന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യക്കാരനോട് പറഞ്ഞു, ഇന്ത്യക്കാരാ, നീ എങ്ങാനും ആമകളായി രൂപാന്തരപ്പെടുത്തപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളാകുന്ന ആമകൾക്ക് കടിച്ചു വലിച്ച് അറബിക്കടലിലേക്ക് വലിച്ചെറിയാനേ ബ്രിട്ടന്റെ പട്ടാളമുള്ളൂ എന്ന് അന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി പറഞ്ഞു. എന്റെ ഇന്ത്യക്കാരാ, നിങ്ങളെങ്ങാനും ഈച്ചകളായി രൂപാന്തരപ്പെടുത്തപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളാകുന്ന ഈച്ചകളുടെ ചിറകടി ശബ്ദം കേട്ട് പാറിപ്പോകാൻ മാത്രമേ ബ്രിട്ടന്റെ പട്ടാളമുള്ളൂ എന്ന് അന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി. അന്ന് നമ്മൾ ഒന്നിച്ചു നിന്നു. ബ്രിട്ടീഷുകാരൻ, തന്ത്രശാലി, സായിബ്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, തമ്മിലടിപ്പിക്കുക, മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുക, മതവിശ്വാസികളെ കൊല്ലാൻ ശ്രമിക്കുക. ആര് തുടങ്ങിയതാ? ബ്രിട്ടൻ തുടങ്ങിയതാ. ബ്രിട്ടൻ ആരുടെ രാജ്യമാണ്? ക്രിസ്ത്യാനികളുടെ രാജ്യമാണ്. എവിടാ മതം കുഴപ്പം? അമേരിക്ക ഏതാ? ജോർജ് W. ബുഷ് എന്ന സാത്താൻ ഏത് മതക്കാരനാ? ക്രിസ്തു മതക്കാരനാ. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ത് പഴിച്ചു? ക്രിസ്തുമതം എന്ത് പഴിച്ചു? നോക്കൂ, ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയാണ്. ഷട്ടിന്റെ ബട്ടൺ തുന്നാത്തതിന്റെ പേരിൽ സ്വന്തം ഭാര്യയെ വെടിവെച്ചു കൊന്ന ലോകം കണ്ട ക്രൂരൻ ഹിറ്റ്ലർ. താടിയില്ലാത്തവൻ, ക്ലീൻ ഷേവുകാരൻ. നെതന്യാഹു, ഏരിയൽ ഷാരോൺ, പ്രവീൺ ബൈ തൊഗാഡിയ, ആരാ ലേ? തീവ്രവാദികളായി. ബില്ലാദന്മാർ, സദാമുമാർ, മായുധനിമാർ, ലോകത്ത് തീവ്രവാദം പ്രസംഗിച്ചവർ. എന്ത് നേടി? 8 കൊല്ലത്തെ നിരന്തരമായ ജയിൽവാസം മനസ്സ് മാറ്റി. പാവം ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തോട് അനീതി കാണിച്ചു. അദ്ദേഹം ചെയ്ത പ്രസംഗങ്ങൾ ഒന്നാമതായി എതിർത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ അദ്ദേഹത്തോട് നമ്മുടെ ഭരണകൂടം നീതി കാണിച്ചുവോ? ഇല്ല എന്നുറക്കെ പറയും.
ഇല്ല ഇല്ല എന്നുറക്കെ പറയും. പക്ഷേ നമ്മുടെ രാജ്യത്ത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി സൃഷ്ടിക്കപ്പെടുന്നു എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മൗലികത അത് തകർക്കപ്പെട്ടു. പാവപ്പെട്ടവർ പീഡിപ്പിക്കപ്പെട്ടു. ബോംബെയിൽ, ഗുജറാത്തിൽ, സൂററ്റിൽ, മുറാദാബാദിൽ, കാശ്മീരിൽ, പൂനാട്ട്, മാറാട് മനുഷ്യന്റെ കബന്ധങ്ങൾ കണ്ടു. ലേ, അന്യായമായി മനുഷ്യനെ കൊന്നു. ലേ, വല്ലദീന ലാ യദൂന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ. അന്യായമായി അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അല്ലാഹുവിനോടൊപ്പം അന്യായമായി കൊല്ലരുത്, വ്യഭിചരിക്കരുത്. ഖുർആനിലെ 25-ാം അധ്യായം 70-71 വചനങ്ങൾ. സഹോദര, അന്യായമായി കൊല്ലരുത്, നശിപ്പിക്കരുത്. ഇനി ഇവിടെ ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. ആക്രമിക്കപ്പെട്ടിട്ടില്ലേ? ഉണ്ട്. നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. ശരിയല്ലേ? ശരി. തിരിച്ചടിക്കണ്ടേ? തിരിച്ചടിക്കണ്ടേ? വാളെടുക്കണ്ടേ? AK-47 എടുക്കണ്ടേ? എന്താ വേണ്ടത്? ഈയാമ്പാറ്റകളെ പോലെ ചത്തൊടുങ്ങണോ? വേണോ? നശിക്കണോ? നമ്മുടെ ഉമ്മമാർ ബലാത്സംഗം ചെയ്യപ്പെടണോ? നമ്മുടെ കുട്ടികൾ അനാഥരാക്കപ്പെടണോ? നമ്മുടെ ഭാര്യമാർ വിധവകളാക്കപ്പെടണോ? എന്താ വേണ്ടത്? 50 കൊല്ലം സമ്പാദിച്ച സമ്പാദ്യം തീജ്വാലകളും തീഗോളങ്ങളുമായി ചുട്ടു നശിപ്പിക്കപ്പെടണോ? എന്താ വേണ്ടത്? ആയുധം എന്താണ് അല്ലേ? ആർക്കെതിരെ? തൗഹീദ് എന്താണെന്നറിയാത്ത, വിശ്വാസം എന്താണെന്നറിയാത്ത, ആചാരം എന്താണെന്നറിയാത്ത, ജീവിതം എന്താണെന്നറിയാത്ത മനുഷ്യന്റെ മുമ്പിലോ, ഈ രാജ്യക്കാരന്റെ മുമ്പിലോ, ഈ സമൂഹത്തിന്റെ മുമ്പിലോ പ്രവാചകന്മാർ നിർവഹിച്ച ഡ്യൂട്ടി ഫസ്ബിർ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഫസ്ബിർ, നീ ക്ഷമിക്കുക. കമാ സബറ ഉലുൽ അസ്മി, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ. ആരാത്? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, കലീമുല്ലാഹ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മസീഹുല്ലാഹ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, അന്തിമ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഹു ബൈനഹും തറാഹും റുഖഅൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. സൂറത്തു ഫതഹ് 29-ാമത്തെ വചനമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് ഖാതിമുൻ നബിയ്യീൻ വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. സൂറത്തു സബ 28-ാമത്തെ വചനം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, അങ്ങയെ ലോകത്തിന് മുഴുവനും അയച്ച സബറിന്റെ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരുടെ പാത, ഇബ്രാഹിം നബിയുടെ പാത. നാട്ടുകാരോട്, ബാപ്പാനോട് യാ അബതി ലിമ തഅബുദു, എന്തിനാ ബാപ്പ ആരാധിക്കുന്നത്? ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. കാണാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത, പിടിക്കാൻ കഴിയാത്ത ഈ കല്ലിൻ തുണ്ടത്തെയാണോ അങ്ങ് ആരാധിക്കുന്നത്? ഇതെന്തൊരു വിരോധാഭാസം! സൂറത്ത് അംബിയ 21-ാം അധ്യായം 60 മുതൽ 70 വരെയുള്ള സൂക്തത്തിൽ സൂറത്ത് വിശുദ്ധ പ്രവാചകനും പറയണം ഖുർആനിൽ, സൂറത്ത് അംബിയയിലൂടെ. സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 42-ാമത്തെ വചനം. എന്നിട്ടോ ബാപ്പ പറഞ്ഞു കല്ലെറിഞ്ഞു കൊല്ലും. എന്നാ ഞാൻ രക്തസാക്ഷിയാവുക എന്ന് പറഞ്ഞോ? ഇല്ല. സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും. തൗഹീദ് പറയാൻ നാട് വിട്ടു അല്ലേ? എവിടെ? ഈജിപ്തിൽ, ഫലസ്തീനിൽ, ഈജിപ്തിൽ, പിന്നെ മക്കത്ത് 4 തവണ 3 തവണ അല്ലേ? എന്തിനാ? ആദർശം പറയാൻ, തൗഹീദ് പറയാൻ, ആശയം പറയാൻ. അവിടെ നിന്ന് മരിക്കല്ല. തൗഹീദ് പറയാൻ പറ്റാത്തൊരവസ്ഥ, തൗഹീദ് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ, കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്താ വേണ്ടത്? ഹിജ്റ പോകണം അല്ലേ? റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ
ഖീല വമൻ നബാ യാ റസൂലല്ലാഹ് വമൻ നതാനി ദഖലൽ ജന്ന വമൻ നസാനി ഫഖദ് അബാ കുല്ലു ഉമ്മത്തിൻ യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ നബാ. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്ത് പോകും. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും സ്വർഗ്ഗത്തിൽ പോകും. ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവർ ഒഴികെ. ഖീല വമൻ നബാ യാ റസൂലല്ലാഹ്, നബിയേ ആരാണ് വിസമ്മതിച്ചവൻ? ആരാണ് വിസമ്മതിച്ചവൻ? വമൻ നതഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗ്ഗത്തിൽ, എന്നോട് അനുസരണക്കേട് കാണിച്ചവൻ നരകത്തിൽ. അവൻ നബിയെ അനുസരിക്കണം. റസൂലുള്ളാഹ് മക്കയിൽ എങ്ങനെ ജീവിച്ചു? നമുക്ക് മാതൃകയാണ്. മക്കയോട് തുലനം ചെയ്യാൻ പറ്റിയ രാജ്യം ഇന്ത്യയാണ്. മക്കയോട് തുലനം ചെയ്യാൻ പറ്റിയ രാജ്യം ഒരർത്ഥത്തിൽ ഇന്ത്യയാണ്. ഒരർത്ഥത്തിൽ എന്താ? വ്യത്യസ്ത മതങ്ങളുള്ള, ബൗദ്ധൈവ വിശ്വാസികളുള്ള, പ്രവാചകന് പീഡനം ഏറ്റുവാങ്ങിയ പരിശുദ്ധ മക്ക. മുസ്ലിങ്ങളിൽ ചില ആളുകൾക്കൊന്നും അത് മാതൃകയല്ല. മദീന ചരിത്രത്തിലെ വിപ്ലവ ഘട്ടം, യുദ്ധത്തിന്റെ ഘട്ടം. അതുകൊണ്ട് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗത്തിന് മദീന വലിയ ഇഷ്ട. ഏത് നിലക്ക്? ബദറിന്റെ, ഉഹദിന്റെ, ഖന്തക്കിന്റെ, ഹുനൈനിന്റെ, ഖൈബറിന്റെ, മുഅ്തയുടെ, ഖാദിസിയുടെ ധീരധീര ചരിത്രങ്ങൾ പറയുന്ന യുദ്ധം ഒരു വിഭാഗത്തിന് മാതൃകയാണ്. അവർക്ക് മക്ക മാതൃകയല്ല അത്രേ. ഒരു പരസ്യമായി പറയും, മക്ക അത് നോക്കണ്ടയില്ല, മദീനയിൽ ദീൻ കുറിച്ച് അവിടെ യുദ്ധം ഉണ്ടായിരുന്നു. വേറൊരു വിഭാഗം, മക്കയിൽ മരിച്ചുപോയ സഹാബികൾ അപൂർണ മുസ്ലിങ്ങളായിരുന്നു എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു ജനത. കാരണം മക്കയിൽ ഭരണമില്ല, മദീനയിൽ ഭരണമുണ്ട്. അതുകൊണ്ട് മദീന ഭരണത്തിന്റെ ഘട്ടം, അത് പൂർണ്ണതയുടെ ഘട്ടം. അതുകൊണ്ട് മദീന. മറ്റൊരു വിഭാഗം അവരാരാ? ഫളായിലെ നമാസ്, ഫളായിലെ ഹജ്ജ്, ഫളായിലെ അഅമാൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ് ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ് വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. യൗമിൽ ആഖിറ വദക്കറല്ലാഹ കസീറ. നോക്കൂ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉത്തമമായ മാതൃകയുണ്ട് നിങ്ങൾക്ക്. എവിടെ? മദീനയിൽ മാത്രമാണോ? ആണോ? റസൂലുള്ളാഹിന്റെ 53 കൊല്ലം, 40 കൊല്ലം മക്കയിൽ, പ്രവാചകനായതിനു ശേഷം 13 കൊല്ലം, പിന്നെയുള്ള 2 കൊല്ലം മദീനത്ത് യുദ്ധമില്ലാത്ത കാലഘട്ടം. ആ പ്രവാചകന്റെ മക്ക മാതൃകയല്ല അത്രേ. ആ പ്രവാചകന്റെ മദീനയിലെ യുദ്ധമില്ലാത്ത 2 കൊല്ലത്തെ കരാറ് കാലഘട്ടം മാതൃകയില്ലത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലന്നൂറിൽ ജിബ്രീലിന്റെ വരവുണ്ടായ ദിവസം മുതൽ ഇഖ്റ വായിക്കുക നബിയേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. വായിക്കുക നബിയേ, ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കൂ നബിയേ. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക നബിയേ, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കൂ നബിയേ. ഫഅൻദിർ അശീറതകൽ അഖ്റബീൻ. സൂറത്ത് ശുറായിലെ 214-ാമത്തെ വചനമാണ്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. സൂറത്ത് മുദ്ദസിർ 74-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനം. ജനങ്ങളോട് താക്കീത് ചെയ്യൂ നബിയേ. അങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ചു. ആ റസൂല് 53 കൊല്ലം, ഒരു മനുഷ്യന്റെ 53 കൊല്ലം മക്കയില്. അത് മാതൃകയല്ല അത്രേ. വിശുദ്ധ ഖുർആൻ 114 അധ്യായം, അതിൽ 91 അധ്യായവും മക്കയിൽ അവതരിച്ച് എന്ന് പറഞ്ഞാൽ ആ 91 അധ്യായം വിശദീകരിച്ച് മക്കയിലാണ്. അതെന്താ? അത് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ, ഉൾക്കൊള്ളണ്ടേ, അംഗീകരിക്കണ്ടേ, ചർച്ച ചെയ്യണ്ടേ, ഉൾക്കൊള്ളണ്ടേ, സ്വർഗം നേടണ്ടേ? അതൊക്കെ വേണം. അതുകൊണ്ട് നബിയുടെ മക്ക നമുക്ക് മാതൃകയാണ്.
മദീനയും നമുക്ക് മാതൃകയാണ്. ഇതെല്ലാം കൂടി ഒന്നിച്ചൊരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ഇല്ല. ഏതുപോലെ ഒരു കുട്ടി 15-ാമത്തെ വയസ്സിൽ മരിച്ചു, മുസ്ലിമായിട്ട്. ശരിക്കും ശ്രദ്ധിച്ചോളൂ ഇനി പറയുന്നത് എന്തറിയോ? പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടിയാ പറയുന്നത്, ധിക്കാരികൾക്കല്ല. ഇതിലൊക്കെ പെട്ടുപോയ ചെറുപ്പക്കാരുണ്ടല്ലോ അവരോട്. 15 വയസ്സായ ഒരു SLC വിദ്യാർത്ഥി മരിച്ചു, മുസ്ലിം ഹബീബ് മരിച്ചു. പരലോകത്ത് പടച്ചോൻ ഇതിന്റെ ഖുർആൻ വായിച്ചേനോ? ആ വായിച്ചേനോ. കല്യാണം കഴിക്കണം അതിലില്ലായിരുന്നോ? ആ ഉണ്ട്. ഇജെന്തേ കല്യാണം കഴിക്കായിരുന്നത്? ശരി. ഈ ത്വലാഖ് എന്ന് പറഞ്ഞ ഒരു അധ്യായം കണ്ടിനോ ഖുർആനില്? ആ കണ്ടിരുന്നു. ഇജെന്തേ ത്വലാഖ് ഇല്ല? പഠിച്ചോനെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നല്ലേ ത്വലാഖ് ഇല്ലല്. അപ്പൊ ഖുർആനില് ത്വലാഖ് എന്ന് പറഞ്ഞ ഒരു അധ്യായം ഈ സ്വീകരിച്ചില്ല, കടക്ക് നരകത്തിലേക്ക് എന്ന് പറയോ? ഇല്ല. മക്ക കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ച സഹാബികളോട് ചോദിക്കോ, യുദ്ധത്തിന്റെ ആയത്ത് കണ്ടില്ലേ? ചോദിക്കോ? ചോദിക്കടോ? ഇല്ല അല്ലേ? ചോദിക്കൂല അല്ലേ? ശരി. ഇനി ഒരാളെ കല്യാണം കഴിച്ചു, നല്ല നിലക്ക് ജീവിച്ചു, ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട് നല്ല നിലക്ക് ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ നല്ല നിലക്ക് ചെയ്തു. പരലോകത്ത് അവർ രണ്ടുപേരും ചെന്നു, കല്യാണം കഴിക്കാൻ പറഞ്ഞിരുന്നു. കഴിച്ചോ? ആ കഴിച്ചു. തലാഖ് എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടായിരുന്നു, അത് സ്വീകരിച്ചോ? അതില്ല. അപ്പൊ ഖുർആൻ പൂർണ്ണമായിട്ട് സ്വീകരിച്ചില്ലല്ലേ നടക്കുന്ന നരകത്തിലേക്ക് എന്ന് പറയോ? ഇല്ല. പടച്ചോനെ തലാഖ് എല്ലേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ ഖുർആൻ എന്തിനാ അത് വിവരമില്ലാത്തോലുണ്ടേ അവർക്ക് പറഞ്ഞുതരാം. ഒരു മനുഷ്യന് തലാഖ് ചെല്ലേണ്ട ഘട്ടം വന്നാൽ അതും ഖുർആനിലുണ്ട് എന്നർത്ഥം. മദീനയെ പോലെ ഒരു രാജ്യം, ഇസ്ലാമിക രാജ്യമായതിനു ശേഷം ആയുധം വേറിയ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ യുദ്ധം ചെയ്യാനുള്ള നിയമവും ഖുർആനിലുണ്ട്. ഖുർആനിലുള്ള യുദ്ധ നിയമങ്ങൾ ഇന്ത്യയിൽ പാരായണം ചെയ്യേണ്ടതല്ല. അല്ല. നിങ്ങൾ ഡിബേറ്റിന് റെഡിയാണേ ഞങ്ങൾ റെഡിയാ. യുദ്ധത്തിന്റെ ആയത്ത് ഉദ്ധരിച്ചിട്ട് യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന എല്ലാ തീവ്രവാദികളോടും മുജാഹിദ് പ്രസ്ഥാനം പരസ്യമായ ഒരു പ്രശ്നമില്ലാതെ നിയമപാലകരുടെ വിധേയമായി സ്റ്റേജിൽ വെച്ച് ഈ വിഷയം ചർച്ച ചെയ്യാൻ റെഡിയാ. നിങ്ങൾ റെഡി ഉണ്ടോ? ഔദ്യോഗികമായ ശബ്ദം തന്നെയാ പറയുന്നത്. നിങ്ങൾ റെഡി ഉണ്ടോ? ശരി. ഇന്ത്യ രാജ്യത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോയിന്റിൽ നിന്നുകൊണ്ട് പറയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാടുകൾ എന്തായിരിക്കണം എന്നാണ് ഞാൻ ചർച്ച ചെയ്തത്. ഇനി കേട്ടോളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അപ്പൊ നിങ്ങൾക്കറിയോ, രണ്ടു കൂട്ടർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായാൽ ചില കാര്യത്തിൽ മുസ്ലിങ്ങളെ മാത്രം അല്ലാഹു കുറ്റപ്പെടുത്തും, റസൂലിനെ മാത്രം അല്ലാഹു കുറ്റപ്പെടുത്തും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറ്റപ്പെടുത്തും. അങ്ങനെ ചില സന്ദർഭമുണ്ട് ഖുർആനിൽ. ആളുകൾ ചോദിക്കും, അയാൾ ഇങ്ങോട്ട് ആക്രമിച്ചില്ലേ? ഉണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞില്ലേ? ഉണ്ട്. നീ എങ്ങനെ പറഞ്ഞോ? ഞാനും പറഞ്ഞു, അയാൾ പറഞ്ഞോണ്ട്. നീ പറഞ്ഞത് ശരിയായില്ല. എന്താ അയാൾ പറഞ്ഞ എനിക്ക് പറഞ്ഞൂടെ? അയാൾ ചെയ്ത എനിക്ക് ചെയ്തൂടെ? ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. കേട്ടോ, പഠിപ്പിച്ചുതരാം. അബസ വതവല്ല അൻജാഉൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഉ الذിക്റ അമ്മാ മൻ ഇസ്തഗ്നാ ഫഅൻത ലഹു തശദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ. ലേ ഖുർആനിലെ സൂറത്ത് അബസ 80-ാം അധ്യായം 1 മുതൽ 10 വരെ ധാരാളം സൂക്തങ്ങളിൽ അല്ലാഹു പറഞ്ഞു. എന്താ? അബസ വതവല്ല അൻജാഉൽ അഅ്മാ. ആ അന്ധനായ മനുഷ്യൻ വന്നപ്പോ മുഹമ്മദ് നബിയെ താങ്കൾ മുഖം തിരിച്ചു കളഞ്ഞു അല്ലേ? ശരിയായില്ല. അത് ഇവിടെ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാത്ത ഒരു പോയിന്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതാ പറയുന്നത്. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രമുഖരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. വളരെ പ്രമുഖരുമായി മക്കത്തെ പ്രമുഖർ, ബൗദ്ധൈവ വിശ്വാസികളിലെ പ്രമുഖരായ ആളുകളുടെ സദസ്. ആ സദസ് മാനിക്കാതെ, ആ സദസ് അറിയാതെ, ആ സദസ് മനസ്സിലാക്കാതെ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം എന്ന മനുഷ്യൻ അങ്ങോട്ട് കയറി വന്നു. നബിയോട് വർത്താനം പറഞ്ഞു. സദസ്സിന് മര്യാദ ഇല്ലാതെ. ഇത് മര്യാദക്കേടാ. അതുകൊണ്ട് തന്നെ റസൂല് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ ഇവിടെ ശരിക്കും മുസ്ലിങ്ങൾ ആലോചിച്ചിട്ടോ, പരലോകത്തിന് വേണ്ടിയാ. വികാരജീവികൾ അങ്ങനെ ജീവിക്കട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ പരലോകം പ്രതീക്ഷിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇവിടെ ശരിക്കും അല്ലാഹു കുറ്റപ്പെടുത്തേണ്ടത് ആരെയാ?
ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളോട് നബി വയലെറിയുന്ന സദസ്സ് കടന്ന് ഫിത്തന ഉണ്ടാക്കിയ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെയാണോ അള്ളാഹ് വിമർശിച്ചത്, അല്ല നബീനെയാണോ? ശരിക്ക് ശ്രദ്ധിച്ചോ, ഈ പറഞ്ഞ ശരിക്ക് ശ്രദ്ധിച്ചോ. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമിനെയാണോ നബി വിമർശിച്ചത്, അല്ല മുഹമ്മദ് നബിയെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തേ? അങ്ങ് നബിയാണ്, അങ്ങ് മുസ്ലിമാണ്, അങ്ങ് പഠിച്ച ആളാണ്, അങ്ങ് നേതാവാണ്, അങ്ങ് മാതൃകയാകേണ്ട ആളാണ് അല്ലേ? അങ്ങ് മാതൃകയാകേണ്ട ആളാണ്. അതുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മക്തൂമാര ഒരു സാധാരണക്കാരനാണ്, അറബിയാണ് അല്ലേ? അതുകൊണ്ട് അങ്ങയുടെ ഭാഗത്ത് അങ്ങനെ വന്നൂടാൻ. എങ്ങനെ? അങ്ങയുടെ ഭാഗത്ത് അങ്ങനെ വന്നൂടാൻ. ഇവിടെ എന്ത് മനസ്സിലായി? അവരെ നമ്മൾ ആക്രമിച്ചില്ലേ, അവരെ നമ്മൾ ചീത്ത പറഞ്ഞില്ലേ, അവരെ നമ്മളോട് അങ്ങനെ ചെയ്തില്ലേ? ഒക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതാണ് അബദ്ധവത്വമല്ല എന്ന. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിമർശിക്കപ്പെടുകയുണ്ടായത് ഇനി ഒരിക്കലും മറക്കാതെ മനസ്സിൽ നിങ്ങൾ കൊത്തിവെക്കണം, ഒരിക്കലും മറക്കാതെ. അതാ ഇനി പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ശ്രേഷ്ഠയായ സ്ത്രീ, റസൂലിന്റെ ഭാര്യ, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരം പങ്കുവെക്കാൻ സൗഭാഗ്യം ലഭിച്ച ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ. ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേരിൽ വ്യഭിചാരാരോപണം ഉണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കീഴിൽ ജീവിക്കുന്ന, അദ്ദേഹത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന ഒരാള് ഈ പ്രചരണത്തിൽ പങ്കാളിയെ. ഏത് പ്രചരണത്തില്? ആയിഷ ബീവി വ്യഭിചരിച്ചിട്ടുണ്ട് എന്നുള്ള പ്രചരണത്തിൽ. ശരിക്ക് പഠിച്ചോളി, എന്നിട്ട് അതനുസരിച്ച് ജീവിച്ചോളി. നിങ്ങൾ എവിടെ ചേർന്നാലും ഒരു കുഴപ്പമില്ല, പക്ഷേ മരിക്കുമ്പോൾ അല്ലാഹ് ഇഷ്ടപ്പെട്ട മരണമായിരിക്കണം, അതിന് പറ്റിയ പാർട്ടി തിരഞ്ഞെടുക്കണം. ആയിഷ ബീവിയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ ചെലവിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ വ്യഭിചാരാരോപണം ഉന്നയിച്ചു, അയാളും കൂടി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ആഹാ എന്റെ മോളെ പറ്റി തോന്നിയാസം പറഞ്ഞിട്ട് എന്റെ ചോറല്ലേ എത്തുന്നത്, തെരുവിലടാ. സ്വാഭാവികമായും ഇവിടെ ഇരിക്കണ മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കണേ, നിങ്ങളാണെങ്കിലും ആ നിലപാടാണോ എടുക്കുക? അല്ലേ? നമ്മളൊക്കെ ആ നിലപാടാ എടുക്കുക അല്ലേ? ഇനി ആ നിലപാട് എടുത്ത ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അയാൾ പറയാം, എന്റെ മോളെ വ്യഭിചാരിണിയാണെന്ന് പ്രചരിപ്പിച്ചിട്ട് ഞാൻ അവന് ചോറ് കൊടുക്കേ. അപ്പോൾ അബൂബക്കറെ ഇജ്ജ് പറഞ്ഞേ ശരി, അങ്ങ് കൊടുക്കണ്ട കേട്ടോ. എന്നാ ഖുർആൻ അങ്ങനല്ല പറഞ്ഞേ, ഖുർആനിൽ ഒരായത്തിറങ്ങാ ചെയ്ത്. അബൂബക്കറെ ഇജ്ജ് ആള് വേറെയാ, ആ പ്രചരിപ്പിച്ചവൻ ആള് വേറെയാ, ഇജ്ജ് ഇങ്ങനെ ആയി പോകാൻ പാടില്ല. അതുകൊണ്ട് നീ അങ്ങനെ പറയല്ലേ അബൂബക്കറെ. അള്ളാഹു നിനക്ക് പുറത്തു തരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ അബൂബക്കറെ? എങ്കിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ പൊടിച്ചു കൊടുക്കണം, അതുകൊണ്ട് ചോറ് കൊടുക്ക്. ഇതാ ഇസ്ലാം. മനസ്സിലായോ? ഇവിടുത്തെ ഇന്ത്യ രാജ്യത്ത് RSSും ബജ്രംദളും BJP ഒക്കെ നമ്മൾ പീഡിപ്പിച്ചിട്ടുണ്ടാവാം. നമ്മുടെ നിലപാടെന്ത്? ഒന്ന് ചോദിച്ചോട്ടെ, ഇസ്ലാമിന്റെ സമൂഹത്തോടൊന്ന് ചോദിച്ചോട്ടെ. ഇത് റസൂലിന്റെ വചനമാണ്. തായിഫിൽ ചെന്നു റസൂല് 10 ദിവസം സഹോദര ഉമ്മാന്റെ കുടുംബക്കാർ ജീവിക്കുന്ന മക്കയിൽ നിന്ന് 90 മൈലുകൾക്കകലെയുള്ള തായിഫ് എന്ന് പറയുന്ന പ്രകൃതി രമണീയമായ മണ്ണ്, അവിടെ ചെന്നു. 10 ദിവസം, ഒരു ദിവസമല്ല 2 ദിവസമല്ല, 10 ദിവസം ഓരോ വീടുകളിലും കയറി. ആരും സീറ്റ് കൊടുത്തില്ല, എല്ലാരും ആട്ടി ഓടിച്ചു, എല്ലാരും മർദ്ദിച്ചു. 2 സംഘം പിള്ളേരെ നിർത്തി കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു, കൂക്ക് പിടിച്ചുകൊണ്ടേയിരുന്നു, അസഭ്യം കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു വീട്ടിൽ നിന്നൊരു വീട്ടിലേക്ക് മാറി മാറി 10 ദിവസം. ജനങ്ങളെ, നിങ്ങളുടെ വിമോചനം, മരണാനന്തര ജീവിതം, ധർമാധർമ്മങ്ങളുടെ ജീവിത മേഖലയിൽ ധർമ്മം പാലിച്ചവർക്ക് രക്ഷ എന്ന് പറയാൻ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് പരലോകം, എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം എന്ന് പഠിപ്പിക്കാൻ പ്രവാചകൻ കയറിയിറങ്ങി. എന്നിട്ട് ഏറ് കിട്ടിയില്ലേ, കൂക്കുപിടി കേട്ടില്ലേ, അസഭ്യം കൊണ്ട് അഭിഷേകം ചെയ്തില്ലേ, ഓടിച്ചു വിട്ടില്ലേ, ജീവനും കൊണ്ട് ഓടിയില്ലേ, വൃക്ഷച്ചുവട്ടുകളിൽ ഇരുന്ന് വീണ്ടും എഴുന്നേറ്റോടി, ഓടി 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 ക്ഷീണിച്ച് അവശനായി ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി ആ പ്രവാചകൻ പീഡിപ്പിക്കപ്പെട്ടില്ലേ? അതെ. എന്നിട്ടോ ആ പ്രവാചകൻ തിരിച്ചവരെ എറിഞ്ഞോ? ഇല്ല. തിരിച്ചസഭ്യം പറഞ്ഞോ? ഇല്ല. തിരിച്ചക്രമിച്ചുവോ? ഇല്ല.
തിരിച്ചു ചോദിച്ചു കൂക്കിയോ? ഇല്ല. നബിയെ കല്ലെറിഞ്ഞവരോട്, നബിയെ കൂക്ക് വിളിച്ചവരോട്, നബിയെ ആട്ടി ഓടിച്ചവരോട്, അവരെ നശിപ്പിക്കാൻ മാലാഖയുടെ വരവുണ്ടായി. അങ്ങയുടെ അഭിപ്രായം എന്താണ് നബിയെ? അങ്ങയുടെ അഭിപ്രായം എന്താ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മംഗലാപുരത്ത് മുസ്ലിം വീടുകൾ കൊള്ള ചെയ്തവരെ, മുസ്ലിം വീടുകൾ ആക്രമിച്ചവരെ ഞങ്ങൾ കൊല്ലട്ടെയോ എന്ന് ചോദിച്ച് പോലീസുകാർ വന്നാ വെച്ചേക്കരുത്, കത്തി ഞങ്ങൾ തരാന്ന് പറയില്ലേ? നമ്മള് പറയില്ലേ? നബി എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു? നബി എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു? അവരെ പർവ്വതമുയർത്തി തലയിലിട്ട് കൊല്ലാം. നബി എന്തു പറയുന്നു? റസൂല് പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, അവരറിവില്ലാത്തവരാണ്, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആർക്ക്? പ്രിയപ്പെട്ടവരെ, ഏതൊരു സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട് അനാഥനായി വളർന്ന് ബാപ്പാന്റെ തലോടലുകളില്ലാതെ, ഉമ്മാന്റെ സ്നേഹം കിട്ടാതെ, പിതൃവ്യന്റെ വാത്സല്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞുപോയി പീഡനത്യാഗങ്ങൾ അനുഭവിച്ച് തായിഫിന്റെ മണ്ണിൽ കല്ലെറിഞ്ഞവർക്ക്, കൂക്ക് വിളിച്ചവർക്ക്, ബഹിഷ്കരിച്ചവർക്ക്, എടാവാടാ പോടാ എന്ന് വിളിച്ചവർക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ എന്ന് പ്രാർത്ഥിച്ച മുഹമ്മദ് നബിയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട മുസൽമാൻ, ഭീകരവാദിയും തീവ്രവാദിയുമായി നബിയെ പരിചയപ്പെടുത്തിയവരോട് എന്താ പറയാ? എന്താ പറയാ? എന്താ പറയേണ്ടത്? എന്താ പറയേണ്ടത്? ഞാൻ ചോദിച്ചോട്ടെ, സുന്നി മുജാഹിദും ജമാഅത്തും NDF-ഉം ഖാദിയാനി ഷിയും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? ലീഗിന്റെ നേതാവ് തങ്ങള്. സഹോദരങ്ങളെ, ഇനി നോക്കൂ, റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞു ലീഗിന്റെ നേതാവ് തങ്ങൾ, അദ്ദേഹം ഈ നാട്ടിൽ വരുമ്പോ ഇവിടുത്തെ ഒരു പാർട്ടിക്കാരൻ ഒരു ബക്കറ്റ് ചാണകം അദ്ദേഹത്തിന്റെ കഴുത്തിലൂടെ, തലയിലൂടെ ഒഴിച്ചാൽ ലീഗുകാർ ക്ഷമിക്കുവോ? തല്ലുവോ? തല്ലുന്നാണ് മറുപടിയെങ്കിൽ നമ്മൾ നബീന്റെ അനുയായികളല്ല. എന്തുകൊണ്ടെന്നാൽ ലോകമറിയപ്പെട്ട ഏറ്റവും സമുന്നതനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു യഹൂദ പെൺകുട്ടി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ചപ്പുചവറുകളും ചാണകങ്ങളും എറിഞ്ഞുകൊണ്ടിരുന്നു. വൃത്തികെട്ട എല്ലാ, ദുർഗന്ധമമിക്കുന്ന എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ കൊണ്ടുപോയി വിതറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചൊന്നും ചെയ്തില്ല. പ്രവാചകൻ ക്ഷമിച്ചു, സഹിച്ചു. മിക്ക ദിവസങ്ങളും ഇത് പതിവായി. ഒരു ദിവസം ആ പെൺകുട്ടിയെ കാണാനില്ല. അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടു എന്നല്ല. എവിടെ? എവിടെ? എന്റെ പുണ്യത്തിന് കാരണക്കാരി എവിടെ? എന്റെ പുണ്യത്തിന് കാരണക്കാരി എവിടെ? സഹോദരാ, റസൂലിന്റെ ചോദ്യം, എന്റെ പുണ്യത്തിന് കാരണക്കാരി എവിടെ? സുഖല്ലാതെ കിടക്കുകയാണ് നബിയേ. ആഹാ, എന്നാ പോയി കാണണം. റസൂല് ചെന്നു. മോളെ, എന്തു പറ്റി? സഹോദരി, എന്തു പറ്റി? ആ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. റസൂലുള്ളാഹി ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ചു. ഇനി മുജാഹിദിന്റെ ഒരു നേതാവിനെ സുന്നികള് ചളിവാരി എറിഞ്ഞു, അല്ലെ സുന്നിന്റെ ഒരു നേതാവിനെ മുജാഹിദുകൾ ചളിവാരി എറിഞ്ഞു. കൈവെട്ടൂലേ നമ്മള്? എങ്കിൽ നമ്മൾ നബിയുടെ ആളുകളല്ല. ക്ഷമിക്കുകയാണ് റസൂല്. ഇനി കേട്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾ ഇരിക്കുന്ന പള്ളി, ഒരാ മുസ്ലിം ആ പള്ളിയിൽ വന്ന് മൂത്രയിച്ചു. എന്ത്? അള്ളാന്റെ ഭവനത്തിൽ മൂത്രയിച്ചു. മനസ്സിലായോ? ആ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി എന്ന് അല്ലാഹു സൂറത്ത് തൗബയിൽ വിശേഷിപ്പിച്ച എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭവനം, ആ ഭവനത്തിൽ മൂത്രയിച്ചു. എന്നിട്ട് സഹാബികൾക്ക് ചൂടായി.
അവർ ഇയാളെ കൊള്ള ചെന്നു. റസൂല് പറഞ്ഞു, അരുത്, മൂത്രം മുറിച്ചു കളയരുത്. എന്താ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആരടാന്ന് ചോദിച്ചാൽ മൂത്രം നിന്നു. നബി പറഞ്ഞു, ചോദിക്കല്ലേ, ഒഴിച്ചുകൊണ്ടിരിക്കട്ടെ. ഏയ്, റസൂല് പറയാ, മൂത്രമൊഴിക്കട്ടെ, ആ ചടങ്ങ് നടക്കട്ടെ. മൂത്രമൊഴിച്ചു കഴിഞ്ഞു. റസൂല് സഹാബികളോട് പറഞ്ഞു, ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ. ഒരു പാത്രം വെള്ളം കൊണ്ടുവന്ന് കഴുകി. പ്രശ്നം കഴിഞ്ഞോ ചോദിച്ചു. ആ കഴിഞ്ഞു. അയാളുടെ ഷോൾഡറിൽ കൈയിട്ടു. വാ, ഇവിടെ വാ. എന്നിട്ട് ചോദിച്ചു, ഈ ചെയ്ത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു ആരാധനാലയമല്ലേ? ഇതൊരു ദേവാലയമല്ലേ? അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ? ഇങ്ങനൊക്കെ ചെയ്ത ആളുകൾക്ക് ദേഷ്യം പിടിക്കൂലേ? അത് കുഴപ്പാവൂലേ? ശരിയല്ല, അത് പറ്റിപ്പോയി നബിയെ, ക്ഷമിക്കണം. നേരെ മറിച്ച് ഇന്ന് ഒരു ക്ഷേത്രത്തിലെങ്ങാനും ഒരു മുസ്ലിം മൂത്രമൊഴിച്ചാൽ പിന്നെ മുസ്ലിങ്ങളായ ആണുങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ സംഗതി ഉണ്ടാവില്ല. ശരിയല്ലേ? ശരിയല്ലേ? നമ്മുടെ പള്ളിയിലെങ്ങാനും ഒരു ഹൈന്ദവം വന്ന് കാട്ടിച്ചാൽ പിന്നെ അതിന് വേറെ അവയവം ഉണ്ടാവില്ല അല്ലേ? ഏതാ ഈ ലോകം? ക്ഷമിച്ചൂടെ? അമേരിക്കക്ക് ഇറാഖിനോട് പുറത്തൂടാ, ഫലസ്തീനിനോട് ഇസ്രയേലിന് പുറത്തൂടാ അല്ലേ? വിട്ടുവീഴ്ചയില്ല, ക്ഷമയില്ല, ആർദ്രതല്ല. ക്ഷമിക്ക്, ക്ഷമയിൽ മുൻകടക്ക്. ക്ഷമിക്ക്, ക്ഷമയിൽ മുൻകടക്ക്. എന്താ സംഭവിച്ചത്? എന്താ ഉണ്ടായത്? ആലോചിക്കാൻ, പഠിക്കാൻ, പരിശോധിക്കാൻ. നബിയുടെ മകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മകൾ, ഗർഭിണിയായ മകൾ, ഗർഭിണിയായ മകൾ, അവിടെ ഒരു ശത്രു കുന്തമെറിഞ്ഞ് താഴേട്ടു. എന്നിട്ടോ മരിച്ചുപോയി. റസൂലുള്ള മാപ്പാക്കി. സ്വന്തം മകളെ കൊന്നവരെ മാപ്പാക്കി. ആ മകളുടെ ഗർഭപാത്രത്തിൽ കുരുത്ത കുഞ്ഞ് മരിച്ചുപോയി, അവനോട് മാപ്പാക്കി. ഏതായി മതം? വലാ തസ്തവിൽ ഹസനതു വലസയ്യിഅ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. നല്ലതിനെ, ചീത്തയെ ഏറ്റവും നല്ലത് കൊണ്ട് പ്രതിരോധിക്കുക. എന്നിട്ടോ അങ്ങനെ നീ പ്രതിരോധിച്ചാൽ നിന്റെ ശത്രു നിന്റെ മിത്രമായി തീരും. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമാ യുലഖാഹാ ഇല്ലാ ദു ഹള്ളിൻ അളീം. വമ്പിച്ച ക്ഷമാലുക്കൾക്ക് ഏത് കഴിയും അല്ലേ? വമ്പിച്ച ഭാഗ്യവാന്മാർ. കേരളത്തിന്റെ മംഗലാപുരം മുതൽ തിരുവനന്തപുരത്ത് അങ്ങ് കന്യാകുമാരി വരെയുള്ള പ്രദേശത്ത് മുജാഹിദിന്റെ സ്റ്റേജുകൾ മുസ്ലിങ്ങളാൽ കയ്യേറപ്പെട്ടു. ചീമുട്ടകൾ എറിയപ്പെട്ടു. കൂക്കുവിളികളുണ്ടായി, ബോംബേറുകളുണ്ടായി, ബഹിഷ്കരണങ്ങളുണ്ടായി, ആയുധമേന്തി തല്ലലുകളുണ്ടായി. മുജാഹിദുകൾ തിരിച്ച് ഒരൊറ്റ സുന്നിയുടെ സ്റ്റേജും കയ്യേറിയില്ല, കൂക്ക് വിളിച്ചില്ല, ചീമുട്ടയെറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആയിരം സുന്നികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ രാജപാതയിലേക്ക് ഒന്നൊന്നൊന്നായി അടിവെച്ചടിവെച്ച് അവർ കടന്നു വന്നു. തറക്തുക്കും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിന്റെ രാത്രി പകലിനെ പോലെ പ്രശോഭിതമാണ്. ഹദാ സബീലുല്ലാഹി മുസ്തഖീമാ, ഹദാ സബീലുല്ലാഹി മുസ്തഖീമാ. ഇത് ചൊവ്വായ മാർഗമാണ്. ക്ഷമയുടെ പ്രവാചകന്മാരുടെ നമ്രൂദുമാർക്കെതിരെ ത്യാഗമനുഭവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൗരോഹിത്യത്തോട് പോരാടി അതേ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ത്യാഗങ്ങളേറെ ഏറ്റുവാങ്ങിയ സലഫുകളുടെ പാത അവലംബിച്ച് മുന്നോട്ട് പോകുന്ന ഈ മഹാധർമ്മത്തിന്റെ വാഹകർ, അവർ അല്ലാഹുവിനാൽ സഹായിക്കപ്പെടേണ്ടവർ. അതുകൊണ്ട് ജനങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂനൂ മഅസ്സാദിഖീൻ, സൂറത്ത് തൗബ 9-ാം അധ്യായം 119-ാമത്തെ വചനം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ നിലകൊള്ളണം.
ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പ്രാർത്ഥനക്കർഹനില്ല, ആരാധനക്കർഹനില്ല എന്ന മൗലിക തത്വമാണ്. അത് ലോകത്തിന്റെ മുമ്പിൽ പറയുന്ന, അത് ലോകത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്ന, അതിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന, അതിന്റെ പേരിൽ ത്യാഗം അനുഭവിച്ച കഴിഞ്ഞകാല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്താൽ നയിക്കപ്പെട്ട ഈ സലഫി പാത, ഈ പാതയിൽ അണിചേരാൻ, ഈ പാതയിൽ ഒന്നാകാൻ ബാബരി മസ്ജിദിന്റെ തായിക കുടങ്ങൾ ഒന്നൊന്നായി തല്ലിത്തകർത്ത് ഇന്ത്യൻ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ 6 ശേഷം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ഉദാത്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് പാലക്കാട് കോട്ട മൈതാനിയിലെ ചതുർദിന സമ്മേളനം ലോക ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു സമ്മേളനമായി തീർന്നു. ഇൻഷാ അല്ലാഹ് സർവാധിനാഥൻ അനുഗ്രഹിച്ചാൽ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ ലോക ചരിത്രത്തിലെ ഒരു നായികക്കല്ലായി മാറാൻ എണ്ണപ്പെട്ട ദിനങ്ങൾ ബാക്കി നിൽക്കുകയാണ്. 2 കോടി മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശം അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ് അറിയുക, നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നത് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന സ്വഭാവം ഉണ്ടാകുമ്പോഴാണ്. ഇൻഷാ അല്ലാഹ് 2007 ഡിസംബറോ 2007 ആ സമയത്ത് ഇൻഷാ അല്ലാഹ് കേരള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഐതിഹാസികമായ 7ാം സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനം നമ്മുടെ നേതൃത്വം എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുന്നു. കാസർഗോഡ്, അതുപോലെ കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം ഈ പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ വ്യത്യസ്ത സമ്മേളനങ്ങൾ നടന്നു. ഇൻഷാ അല്ലാഹ് എറണാകുളം സമ്മേളനത്തിന് ശേഷം തെക്കൻ ജില്ലകളിൽ ഉണ്ടായിട്ടുള്ള പരിവർത്തനം, വിപ്ലവം, ആ വിപ്ലവത്തിന്റെ ഊക്ക് കൂട്ടുവാൻ, അതിന്റെ വേഗത വർദ്ധിപ്പിക്കുവാൻ കൊല്ലം ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ 7ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോ അല്ലാഹുവേ, ഈ പ്രസംഗിക്കുന്ന എനിക്കും ഇത് കേൾക്കുന്ന ഓഡിയൻസിനും നീ ആയുസ് കൊടുത്താൽ ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ കേന്ദ്രമായി, സലഫികളുടെ ഈറ്റില്ലമായി കേരളം മാറുന്ന ധന്യധന്യമായ ആ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ആകാശഭൂമികളുടെ തമ്പുരാനെ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ എന്നുള്ള നെഞ്ചകത്തുള്ള പ്രാർത്ഥന. അതിനിടയിൽ റബ്ബനാ ലാ തുസിയ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ഹിദായത്തിൽ നിന്ന് വഴിതെറ്റി പോകരുത് എന്ന പ്രാർത്ഥന. അല്പം വ്യതിചലിച്ചു സംസാരിച്ചതാ ഞാൻ സഹോദര. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിച്ചു, സഹിച്ചു. നമ്മളും സഹിക്കുക, നമ്മളും ക്ഷമിക്കുക. ആ നമ്മുടെ മുമ്പിലുള്ള വഴി ക്ഷമിച്ചാലോ പുണ്യുണ്ട്, മുമ്പിച്ച പുണ്യുണ്ട്, ധാരാളം പുണ്യുണ്ട്. ക്ഷമിച്ചവരെ നിങ്ങൾക്ക് സ്വർഗം. സലാമുൻ അലൈക്കും ബിമാ സബർതും, ക്ഷമിച്ചവരെ നിങ്ങൾക്ക് പുണ്യം. ഇനി മറ്റൊരു വശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിച്ചൊരു വശം. ഈ പ്രസംഗം കേൾക്കുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാരും കേൾക്കാനാ പറയും. ലോകത്ത് ഇസ്ലാം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് കുഴപ്പക്കാരനാവരുത് എന്നാ. നീ നന്നാക്കുന്നവനാകണം, ഒന്നിപ്പിക്കുന്നവനാകണം, കേടുവരുത്തുന്നവനാകരുത്. അത് പറയുമ്പോൾ സ്വകാര്യ യോഗം നാശം വിതക്കുന്നു ലോകത്ത്, ഗ്രൂപ്പ് യോഗങ്ങൾ നാശം വിതക്കുന്നു ലോകത്ത്. പാതിരാത്രി 12 മണിക്ക് യോഗം കൂടി തീരുമാനമെടുത്ത് ആയുധം ധരിച്ച് ലോകത്ത് രക്തം ചിന്തുന്ന രക്തകാരികളെ, കലാപകാരികളെ, ദൈവീക വചനം ആകാശത്തിന്റെ ചുവട്ടിലെ മനുഷ്യർക്ക് ജീവിക്കാൻ അനുയോജ്യമായ തീരുമാനങ്ങളും ദർശനങ്ങളും അവതരിപ്പിച്ച അള്ളാഹുവിന്റെ മതം, ആ മതം മനുഷ്യനോട് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം ഇതാണ്. അന്നജഅലുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർളി അന്നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. ഖുർആനിലെ 38-ാം അധ്യായം 28-ാമത്തെ വചനമാണ്. ആ വചനത്തിന്റെ പ്രത്യേകത എന്തറിയോ? അന്നജഅലുല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുമോ? അന്നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, തെമ്മാടികളെയും മുത്തക്കികളെയും ഒരേപോലെയാക്കുമോ? ഈ വചനം
എന്താ ഈ വചനത്തിന്റെ പൊരുള്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരും ഭൂമിയിൽ നന്മ പ്രവർത്തിക്കുന്നവരും തുല്യാവില്ല. നല്ലതാവണം, നല്ലതിനു വേണ്ടി ജീവിക്കണം. പിന്നെയോ സ്വർഗം ആർക്കുള്ളതാ സ്വർഗം? അള്ളാന്റെ ഖുർആൻ പറയാൻ, കുഴപ്പക്കാർക്കല്ല, കലാപകാരികൾക്കല്ല, രക്തം ചിന്തുന്നവർക്കല്ല, സ്ത്രീകളെ വിധവളാക്കുന്നവർക്കല്ല. പിന്നെയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത ആളുകൾക്ക്. എവിടെയാത്? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ വൽആഖിബതു ലിൽ മുത്തഖീൻ. കേട്ടോ, ഖുർആനിലെ 28-ാം അധ്യായം, സൂറത്ത് ഖസസിലെ 83-ാമത്തെ വചനം. എന്താ? തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. സ്വർഗ്ഗമാർക്കാണ്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത. സഹോദരാ, ഞാനൊരു കുഴപ്പക്കാരനാണോ എന്ന് നമ്മളൊക്കെ ആലോചിക്കണം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഔന്നിത്യം നടിക്കാത്ത, വിനയാന്വിതരായ മനുഷ്യർക്കുള്ളതാണ് സ്വർഗഭവനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുഴപ്പക്കാരെ, കലാപകാരികളെ, ഏത് മതത്തിന്റെ ആളാവട്ടെ, ഹിന്ദുമതത്തിലും ക്രിസ്തുമതത്തിലും ഇസ്ലാമിലും കലാപമേന്തുന്ന കലാപകാരികളെ, അള്ളാഹു നിങ്ങളോടൊപ്പമില്ല. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവനെ അള്ളാഹ് ഇഷ്ടപ്പെടില്ല എന്ന് ഖസസിൽ മറ്റൊരിടത്തും പടച്ചോൻ പറയുന്നുണ്ട്. ആലോചിക്കണം, ഞാനൊരു മുഫ്സിദാണോ, ഞാനൊരു മുസ്ലിഹാണോ, ഞാൻ വീട്ടിൽ കുഴപ്പക്കാരനാണോ, പാർട്ടി കുഴപ്പക്കാരനാണോ, നാട്ടുകാർക്ക് തലവേദനയാണോ, രാജ്യത്തിന് തലവേദനയാണോ? ചിന്തിക്കണം. മറ്റൊരായത്ത് വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമി നന്നായതിനു ശേഷം സമാധാനമൊക്കെ ആയി ഭൂമിയിൽ, എല്ലാരും കൂടി ചേർന്ന് ഭൂമിയിൽ സമാധാനം, ഐക്യവും സാഹോദര്യമൊക്കെ ഉണ്ടാക്കി. അല്ല പറയാ, പ്രാർത്ഥനയെ പറ്റി പറഞ്ഞെടുത്ത പറയുന്നത്, അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ ഒരുത്തം വന്നാ ഓൻ കുഴപ്പക്കാരനാണ് എന്ന് പറഞ്ഞാൽ, പേരോട് ഉസ്താദ് കുഴപ്പക്കാരനാണ്. ആയത്ത് പരിശോധിച്ചു നോക്കി, എന്റെ വകയല്ല, പേരോട് ഉസ്താദ് എന്ന് പേര് പറഞ്ഞിട്ടില്ല. അവിടെ ഈ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കണോന്ന് പറയുന്നവരൊക്കെ ആ ആയത്തിന്റെ പരിധിയിൽ പേരിങ്ങനെ എഴുതി കൊടുത്താൽ മതി. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് തൗഹീദുള്ള ഒരു സമൂഹങ്ങളെ മാറ്റി. എന്നിട്ട് അള്ളാഹ് പറയാൻ, അങ്ങനെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരുള്ള സമാധാന ഭൂമി ഉണ്ടായിട്ട് പിന്നെ അള്ളല്ലാത്തവരോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ ഉസങ്കടിയിൽ ഒരുത്തം വന്നാ ജി മനസ്സിലാക്കണം, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ തൗഹീദും സമാധാനം ഒക്കെ ഉണ്ടാക്കിയിട്ട് കുഴപ്പമുണ്ടാക്കാൻ വരുന്നവനെ കരുതണോ. ആയത്തെടുത്ത് നോക്ക്, എവിടെ ഉള്ളതെന്നറിയോ? സൂറത്ത് അറാഫ് 7-ാം അധ്യായം 56, 57, 58 വചനങ്ങൾ പരിശോധിക്ക്, നന്നായിട്ട് പരിശോധിക്ക്, തഫ്സീറുകൾ നോക്ക്, എന്നിട്ട് പരിശോധിച്ചോ. ഇനി വത്തഖൂ ഫിത്നാ ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസാ വഅലമൂ അന്നല്ലാഹ ശദീദുൽ അദാബ് വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അങ്ങനെ രണ്ട് രൂപത്തിൽ കാണാം. വത്തഖൂ ഫിത്നാ, നിങ്ങൾ കുഴപ്പത്തെ സൂക്ഷിക്കണേ. ലാ തുസീബന്ന അല്ലദീന ളലമൂ മിൻകും ഖാസാ. കുഴപ്പമുണ്ടാക്കിയാലേ, നിങ്ങളെല്ലാം കുഴപ്പം തടഞ്ഞിട്ടില്ലെങ്കിൽ, ഫിത്തന തടഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാ ആളുകളെയും അള്ളാഹു എന്ത് ചെയ്യും? പിടികൂടും. പൂന്നാടും മാറാടും ഒക്കെ അതാ ഉണ്ടായത്. കുഴപ്പക്കാരെ തടഞ്ഞില്ല, അതുകൊണ്ട് എല്ലാരും അല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ചില മുസ്ലിം സംഘടനകള് അവർക്ക് തോന്നുക എന്ത്, ഞങ്ങളുള്ളതുകൊണ്ടാണ് കേരളത്തിലൊക്കെ കുറച്ച് സമാധാനം. ഞാൻ ഒരു കാര്യങ്ങളോട് പറയട്ടെ, വിഷയം നിങ്ങളൊന്ന് കള ഒഴിവാക്കി തന്നാൽ നാട് നന്നാവും. അതെന്താ? ഞാൻ വളരെ ഹൃദയം തുറന്ന് ഞങ്ങളെ കൂടെ വരാം, മാറാടും പൂനാടും ഞങ്ങളെ കൂടെ വരാം. എന്നിട്ടേ ആ മാറാട്ട് ദുരന്തം അനുഭവിച്ച ആളുകളോട് നിങ്ങൾ ചോദിക്ക്, NDF ഗുണാണോ അല്ലേ എന്ന്. ഗുണാണ് എന്നതിൽ 50 പേര് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ വരും. 50 പേര് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ വരാം. മാറാടും പൂനാടും ആളുകളെ കൊണ്ട് എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു, ഫിത്തനുണ്ടായി, കുഴപ്പമുണ്ടായി, ക്ഷമിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ക്ഷമയുടെ ഫലം സ്വർഗ. ക്ഷമയുടെ അതാണ് സലാമുൻ അലൈക്കും ബിമാ സബർതും.
നിങ്ങൾ ക്ഷമിച്ചോണ്ട് സ്വർഗം. അങ്ങനെ ഒരു മേഖലല്ലേ ക്ഷമ, വിട്ടുവീഴ്ച, കത്തിയും വാടും അല്ലാത്തൊരു ലോകം. പിന്നെ ചോദിക്കും, നിങ്ങൾ റസൂല് യുദ്ധം ചെയ്തിട്ടുണ്ട് എപ്പോ? നബി ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു, രാജ്യത്തിന്റെ ഭരണാധികാരി. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ, അള്ളാഹു മുലൂക്കിയത്ത് നൽകിയിട്ട് യുദ്ധം ചെയ്ത ആളുകളുണ്ട് ചരിത്രത്തില്. ദാവൂദ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് അള്ളാഹു മുലൂക്കിയത്ത് പലപ്പോഴും ഖുർആൻ ഫിറഔൻ നമ്രൂദിനെ പറ്റി പറഞ്ഞെടുത്ത് തന്നെ ഖുർആൻ പറയുന്നത് അള്ളാഹ് അധികാരം കൊടുത്ത ആള്. ആതാഹുല്ലാഹുൽ മുൽഖ, നാം അവന് ആധിപത്യം നൽകി, അള്ളാഹ് നൽകി, ഭരണാധികാരം അള്ളാഹ് നൽകിയതാ. അപ്പൊ അള്ളാഹു നൽകിയിട്ടുള്ള ആളുകൾ. ഈ രാജ്യം ഇസ്ലാമിക ഭരണമുള്ള രാജ്യമല്ല. ഇവിടെ മുസ്ലിങ്ങൾക്ക് ആയുധം എന്താ വകുപ്പില്ല, മുസ്ലിങ്ങൾക്കുമില്ല അമുസ്ലിങ്ങൾക്കുമില്ല, പട്ടാളക്കാർക്കല്ലാതെ. ഞാൻ ലളിതായി പറഞ്ഞുതരാം. 4 പോലീസുകാര് മംഗലാപുരത്ത് നിന്ന് ട്രെയിനിൽ കയറുന്നു യൂണിഫോമോടെ. അവരുടെ അരയിൽ തോക്കുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 4 വെള്ളക്കുപ്പായവും തലയെക്കെട്ടും ഒക്കെ കെട്ടിയാൽ കൈമേൽ ഒരു റിവോൾവറും പിടിച്ചു വന്നാലോ തൂക്കി ജയിലിൽ കൊണ്ടുപോകും. എന്താ അത് ഏന്തണ്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, ഏന്താൻ പാടില്ലാത്തൊരു വിഭാഗം ഇവിടെ ഉണ്ട് അല്ലേ? ആയുധം ഏന്തേണ്ടവരും ഇനി പോലീസുകാർ തന്നെ വെള്ളക്കുപ്പായം തുണിയൊക്കെ ഇട്ട് തലയെക്കെട്ടും ഒക്കെ കെട്ടിയിട്ട് തോക്കുണ്ടിയാലോ? അതും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ യൂണിഫോമിന് നിലയും വിലയുണ്ട്. അത് മനസ്സിലാക്കിയ റൂട്ട് മാർച്ച് എടുത്തിയാലും ഫ്രീഡം പരേഡ് എടുത്തിയാലും ഒന്നും വിവരം ഉണ്ടാവില്ല. വിവരം ഉണ്ടാണേ ഖുർആനും സുന്നത്തും പഠിക്കണം. ഖുർആനും സുന്നത്തും പഠിച്ചവർക്ക് ഇസ്ലാമിനെ പറ്റി ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് ഒരു ഭരണാധികാരിയാണ്. ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കണം. ലോകത്ത് 3 പ്രവാചകന്മാരൊഴികെ ആയുധമേന്തി യുദ്ധം ചെയ്ത പ്രവാചകന്മാരാര് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഈ 3 നബിമാരാകട്ടെ ഭരണാധികാരികളായിരുന്നു, ആയുധമേന്തി യുദ്ധം ചെയ്തവരായിരുന്നു, അവർ രാജാക്കന്മാരായിരുന്നു, രാജ്യം ഭരിച്ചവരായിരുന്നു. ഇനി ചിന്തിക്കാൻ വേണ്ടി പറയാം, യൂസുഫ് നബി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു, എന്നിട്ടും ആയുധം എടുത്തില്ല. കാരണം മൂപ്പര ഉത്തരവാദിത്തം ആഭ്യന്തരമല്ല, ഭക്ഷ്യവകുപ്പാ. നേരെ മറിച്ച് സുലൈമാൻ നബി, ആദം അലൈഹിസ്സലാം, മഹാനായ ദാവൂദ് നബി, മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം അവർ ഭരണാധികാരികളായിരുന്നു. ഇബ്രാഹിം നബി ആയുധെടുത്തില്ല. അമുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച നൂഹ് നബി ആയുധെടുത്തില്ല. സാലിഹ് നബി ആയുധെടുത്തില്ല. ഹൂദ് നബി ആയുധമെടുത്തില്ല. അലിയസൈ നബി ആയുധമെടുത്തില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ആദം അലൈഹിസ്സലാം ആയുധമെടുത്തില്ല. പ്രവാചകന്മാരുടെ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളെ ലോകത്ത് പറഞ്ഞയച്ചിട്ട് രാജ്യത്തിന്റെ ഭരണാധികാരികളായ പ്രവാചകന്മാരല്ലാതെ ആയുധമെടുത്തിട്ടില്ല. കാരണം അവരുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളാണ്. നേരെ മറിച്ച് അമുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ജീവിച്ച അമ്പിയാക്കൾ ആദർശം പറയുകയല്ലാതെ പീഡനം അനുഭവിക്കുകയല്ലാതെ ആയുധമേന്തിയിട്ടില്ല. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചെങ്കടലിന്റെ പരിസരത്ത് അനുയായികളുമായി വന്നു. മൂസ, ആരുടെ കൈകളിലാണ് നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? മറുഭാഗത്ത് ഫിറൗൻ സർവായുധ സജ്ജരായിട്ട് അതാ മുന്നിൽ ആർത്തിരമ്പുന്ന തിരമാലകളുള്ള സമുദ്രം. അപ്പോൾ മൂസാ നബി പറയുന്നു, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ സ്ഥിതി എന്തറിയോ? അല്ല നമ്മളെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? നമ്മൾ തന്നെ തീർക്കണം, എന്നാലേ ശരിയാവും. അവിടെ ഒരുത്തനെ കൊന്നാ തിരിച്ചു കൊന്നിട്ടില്ലേ, എന്തടോ ഒരു അന്തസ്. പടച്ചവനെ കുറിച്ച് ചിന്തിച്ചില്ല. ഇനി നിങ്ങൾ ആലോചിക്കൂ, പീഡനല്ലേ ഉണ്ട്, മർദ്ദനല്ലേ ഉണ്ട്, അക്രമല്ലേ ഉണ്ട്, നബിക്കുണ്ടായിട്ടില്ലേ ഉണ്ട്, മക്കത്തുണ്ടായിട്ടില്ലേ ഉണ്ട്, കൊന്നിട്ടില്ലേ ഉണ്ട്, തീജ്വാലയിൽ വലിച്ചു വെച്ചിട്ടില്ലേ ഉണ്ട്, അഗ്നിക്കിരയാക്കിയിട്ടില്ലേ ഉണ്ട്. അന്ന് വൈദ്യുതി ഉണ്ടായിരുന്നില്ല. അന്ന് ഉണ്ടായിരുന്ന വൈദ്യുതി ഒക്കെ സഹാബികളെ വിധേയാക്കിയിട്ടുണ്ട് അല്ലേ? ചുട്ടുപൊള്ളുന്ന പടച്ചട്ട അണിയിച്ചിട്ടുണ്ട് ഖബ്ബാബിനെ. ഖബ്ബാബോ ഏയ് والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان إلى إحسان الله سبحانه وتعالى പറയും والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്ത്. മുൻകടന്നു പോയ മുഹാജിറുകൾ, മക്കക്കാർ, അതാ മുഹാജിറുകൾ എന്ന് പറഞ്ഞ അവരെ പിൻപറ്റിയാന്ന്.
അവർ പിൻപറ്റേണ്ടയില്ല എന്നാ ഒരു കൂട്ടര്. അവരെ പിൻപറ്റുക, അൻസാറുകളെ പറ്റുക, രണ്ട് ഘട്ടത്തിലെയും നിലപാടുകൾ സ്വീകരിക്കുക. ആ നിലപാടുകൾ സ്വീകരിക്കുന്നവർ, അവരെ നല്ലതായി പിന്തുടരുന്നവർ, അവരെ അല്ലാഹ് ഇഷ്ടപ്പെടും, അവരല്ലാഹനെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് സഹോദര, ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് അധികാരം കയ്യിലെടുക്കാൻ നമുക്ക് അവകാശമില്ല, ആയുധമേന്താൻ നമുക്ക് അവകാശമില്ല. പടച്ചോലിൽ തവക്കുൽ ചെയ്യുക. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുമ്പോ സംരക്ഷിക്കാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാളില്ലാത്ത ഘട്ടത്തിൽ മഹാനായ ഇബ്രാഹിം നബിയെ രക്ഷിച്ച പടച്ചവൻ ഇവിടെയുണ്ട്. ആ അല്ലാഹ് മരിച്ചിട്ടില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നമ്രൂദുമാരുടെ കൈകളിൽ നിന്ന് ഇബ്രാഹിം നബിയെ രക്ഷിച്ച, ഫിറൗനിന്റെ കൈകളിൽ നിന്ന് മൂസാ നബിയെ രക്ഷിച്ച, അബൂജഹലിന്റെ കരങ്ങളിൽ നിന്ന് മുഹമ്മദ് നബിയെ രക്ഷിച്ച, അബൂജാഹിലിന്റെയും അബൂ സുഫിയാന്റെയും കൈകളിൽ നിന്ന് മുഹമ്മദ് നബിയെ രക്ഷിച്ച മലിക്കുൽ ജബ്ബാറായ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖൂഫു യുഹാസിബുകും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാ വയുഹദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് ബഖറ 2-ാം അധ്യായം 284-ാമത്തെ വചനം. ഉള്ളും പുറവും അറിയുന്ന സർവാധിനാഥൻ ഇവിടെയുണ്ട്. നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ അറിയുന്നുണ്ട്, ഇല്ലല്ല അറിയുന്നുണ്ട്. സൗർ ഗുഹയിൽ റസൂല് അബൂബക്കർ സിദ്ദീഖ് ഗുഹാമുഖത്ത് ശത്രുക്കൾ വന്നു നിന്നു. അരഭാഗം വരെ കാണാം. എന്നിട്ടോ അബൂബക്കർ സിദ്ദീഖിന് പേടി തോന്നി. നബിയേ, എങ്ങാനും കണ്ടാൽ റസൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ മാനാ യാ അബൂബക്കർ, അല്ലാഹ് നമ്മളോടൊപ്പം ഉണ്ട്. തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? പടച്ചോൻ നമ്മളൊപ്പം ഉണ്ട്, അല്ലാഹു രക്ഷിക്കും അല്ലേ? ആയിരക്കണക്കിന് ശത്രുക്കളെ സർവായുധ സജ്ജരായ വിഭൂഷികളായ ആയുധധാരികളായ മക്കയിലെ മല്ലന്മാരുടെ മുമ്പിൽ പട്ടിണി കിടന്ന് അട്ടപ്പാടിന്റെ നൊമ്പരത്തിന്റെ ത്യാഗത്തിന്റെ നാട് വിട്ടതിനു ശേഷം ഹിജ്റയുടെ ദുഃഖഭാരം പേറി, ഹിജ്റയുടെ കഷ്ടപ്പാടുകൾ പേറി, പിന്നീട് നോമ്പ് ആകുന്ന പകലിന്റെ പട്ടിണി താങ്ങി ബദറിന്റെ രണാങ്കണത്തിൽ വേച്ചുവേച്ച കാലുമായി നടന്നു വന്ന ആയുധധാരികളല്ലാത്ത പട്ടിണിപ്പാവങ്ങളായ 313 രക്ഷപ്പെടുത്തിയ പടച്ച തമ്പുരാൻ ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് അമേരിക്കക്കാരന്, ബ്രിട്ടീഷുകാരന്, ഇസ്രയേലുകാരന്, വജ്രം തള്ളുകാരന് ഇല്ല പ്രിയപ്പെട്ടവരെ, മുസൽമാനെ വേരോടെ പിഴുതെറിയാൻ അവർക്ക് സാധ്യമല്ല. ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്നൂ വലാ തഹ്സനൂ വഅൻതുമുൽ ലാലൗന ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്തു ആൽ ഇംറാൻ 3-ാം അധ്യായം. എന്താ പറയണത്? നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ തന്നെയാണ് അത്യുന്നതന്മാർ. വിശ്വാസിയാ അല്ല, അല്ലേ? എന്താ അല്ല എന്ന് പറയാൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഖൈബർ യുദ്ധം നടക്കുക. എന്ത് ഖൈബർ യുദ്ധം? അലി ഇബ്നു അബീ ത്വാലിബ് അതേ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ഇടത് കൈയിൽ പരിച പിടിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ ദ്രുതഗതിയിലെ വേഗത കൊണ്ട് വെട്ടേറ്റ് അലിയാർ തങ്ങളുടെ പരിച ഒരു ഭാഗത്തേക്ക് തെറിച്ചു വീണു. തടുക്കാൻ പരിചയില്ലാത്ത അലിയാർ തങ്ങൾ ഖൈബർ കോട്ടയുടെ ഒരു വാതിൽ ഇടത് കൈ കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പറിച്ചെടുത്തു. എന്നിട്ട് യുദ്ധം ചെയ്തു. 7 മല്ലന്മാർ വേണ്ടി വന്നിരുന്ന ആ വാതിൽ യഥാസ്ഥാനത്ത് വെക്കാൻ. അന്നത്തെ മുസ്ലിമിന്റെ സ്ഥിതി എന്താ? തോരായിക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. എവിടെ? തോരായിക്കടവ്, കോഴിക്കോട് ജില്ലയിൽ, ഞങ്ങളുടെ നാടിനടുത്ത്. അവിടെ ഞാൻ പ്രസംഗിക്കാൻ ചെന്നു. അന്ന് എന്റെ സ്റ്റേജ് കയ്യേറാൻ വന്ന മുസ്ലിയാരുട്ടികളും എന്താ പറഞ്ഞെന്നറിയോ? യാ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, നിർത്ത് ഡേശിന്റെ മോനെ. അവനെങ്ങനെ ജയിക്കുക? അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ എങ്ങനെ ജയിക്കുക? അവനെങ്ങനെ വിജയിക്കുക? ഇറാനിൽ ആയിരക്കണക്കിന് ദർഗകൾ കെട്ടിപ്പൊന്തിച്ച് മയ്യത്ത് ആരാധിക്കുന്ന ഈ ജനത അല്ലാഹുമ്മ
അല്ലാഹുവേ ലാ തജ്അൽ ഖബരി വസനൻ യുബത്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ച് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ നബിയുടെ അനുയായികൾ ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. മരിക്കാൻ നേരം റസൂൽ പറഞ്ഞ എന്ത് ലഅനല്ലാഹു, അല്ലാഹ് ശപിച്ചു ആരെ? യഹൂദന്മാരെയും ക്രൈസ്തവരെയും. എന്തുകൊണ്ട്? മഹാന്മാരുടെ അമ്പിയാക്കളുടെ ഖബറ് കെട്ടി പൊന്തിച്ചു, അവിടെ സുജൂദ് ചെയ്തു, ആരാധന നടത്തി. ഇന്നോ ഖബർ വ്യവസായം, ഖബർ തോട്ടം കാസർഗോഡ് ജില്ലയിൽ. നീ എങ്ങനെ പടച്ചോനെ കണ്ടുമുട്ടും? മയ്യത്ത് വിറ്റ് പൈസ ഉണ്ടാക്കി, ഹറാമ് ചെയ്ത് പൈസ ഉണ്ടാക്കി നീ എങ്ങനെ റബ്ബിനെ കണ്ടുമുട്ടും? ഇതൊക്കെ ഇവിടെ നടന്നു, ഈ തിന്മകളൊക്കെ ഇവിടെ നടന്നു. അമ്പിയാക്കൾ വിട്ടേച്ചു പോയ പാതല്ലേ, അത് മറന്നു. ഹിദായത്ത് വ്യക്തമാക്കി തന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് പുറംതിരിഞ്ഞു നിന്നാൽ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത പാത അവലംബിച്ചാൽ നുവല്ലിഹി മാ തവല്ല, തിരിഞ്ഞെടുത്തേ തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, നരകത്തിലേക്ക് നയിക്കും. വസാഅത്ത് മസീറ, മോശമായ താവളമാണത്. 4-ാം അധ്യായം സൂറത്തുൽ നിസാ 115-ാമത്തെ വചനം. ഇനി ആലോചിക്കുക, എന്തൊക്കെയാ മതത്തിന്റെ നന്മ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അയൽവാസിയുടെ വീട്ടിലേക്ക് ഒരാളുടെ മരം ചായ്ഞ്ഞു കിടക്കുന്നു. മുസൽമാന്റെ വീട്ടിലെ ഒരു മരം, ഒരു പ്ലാവ്, ഒരു മാവ്, അല്ലെങ്കിൽ ഒരു തേക്കുംതടി, അല്ലെങ്കിൽ ഒരു ആൽവൃക്ഷം അയൽവാസിയുടെ നടയിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നു. അവന്റെ മതമേത്, ജാതിയേത്, വർഗമേത് എന്നതൊരു പ്രശ്നമല്ല, ചാഞ്ഞു കിടക്കുന്നു. റസൂൽ പറയാണ്, ഏ മുസൽമാനെ, അവന് മാർഗതടസ്സമുണ്ടാക്കുന്ന നിന്റെ വിലപ്പെട്ട മരം അത് നീ മുറിച്ചു കൊടുത്താൽ നിനക്ക് സ്വർഗമുണ്ട്. റസൂല് വായിത്തപ്പെടട്ടെ, നബിയുടെ കീർത്തി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഒരൊറ്റ സെക്കൻഡ് പോലും നിലക്കാത്ത ഒരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അത് ഏരിയൽ ഷാരോന്റെ പേരല്ല, ജോർജ് ഡബ്ല്യു ബുഷിന്റെ പേരല്ല, അതുപോലെ നമ്രൂദിന്റെയോ ആമാന്റെയോ കാറൂനിന്റെയോ പേരല്ല പ്രിയപ്പെട്ടവരെ. അതാരുടേതാണ്? മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരാണ്. ലോകത്തെവിടങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഭവനങ്ങളുണ്ടോ, എവിടെയൊക്കെ ബാങ്ക് മുഴങ്ങുന്നുവോ അവിടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് കഴിഞ്ഞാൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വറഫഅനാ ലക ദിക്റക. ആ റസൂല് പറയാണ്, അയൽവാസിയുടെ നടയിലെ, നിന്റെ വീട്ടിലെ, നിന്റെ പറമ്പിലെ മരം അയൽവാസിക്ക് ശല്യമുണ്ടാക്കുന്നെങ്കിൽ മുറിച്ചുകൊട്, സ്വർഗം കിട്ടും. ഈ മതം നന്മയോ, ഈ മതം തിന്മയോ? നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ആഹാരം കഴിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. എന്താ പറഞ്ഞേ? അയൽവാസിയായ മാധവൻ, അയൽവാസിയായ യഹൂദൻ. പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയാണ്, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു യഹൂദനാണ്. ആ യഹൂദനോട് പോലും ഇസ്ലാമിന്റെ സമീപനം എന്തറിയോ? മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു, ഇന്ന് ആട്ടിറച്ചി ഉണ്ടാക്കിയിട്ടില്ലേ? അതെ. യഹൂദന് കൊടുത്തോ? അയൽവാസിക്ക്? ഇല്ല. വീണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി. കുറച്ചു സമയം കഴിഞ്ഞു, കൊടുത്തു. അയച്ചു. ഇല്ല. മൂന്നാമതും ചോദിച്ചു, ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ കൊടുക്കൂലേ, എനിക്കറിയില്ല, എന്തിനങ്ങനെ ഗൗരവമായിട്ട് പറയണത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് ഭാര്യയോട്, അല്ലാഹുവിന്റെ റസൂല് അയൽവാസിക്ക് സ്വത്തവകാശം വരെ കൊടുക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ന്. സഹോദരാ, ഈ മതം അയൽവാസിയായ RSSകാരൻ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾക്കറിയുമോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് നബി ആട്ടി ഓടിച്ചു.
നബിയെയും നാട്ടുകാരെയും എത്രയോ കാലം പടുത്തുയർത്തിയ വീട്, എത്രയോ കാലം സമ്പാദിച്ച സമ്പാദ്യം, ജനിച്ചു വീണ നാട്, വളർന്ന മണ്ണ്, അതൊക്കെ ആരുടെ കാരണം കൊണ്ടാണോ വിട്ടുപോകേണ്ടി വന്നത്? അവർ പട്ടിണി കിടന്നൊരു കാലം ഈ വിവരം റസൂൽ അറിഞ്ഞു. നമ്മുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊരുകട്ടെ, നമ്മുടെ മനസ്സാർദ്രതയുള്ളതാവട്ടെ. നബിയെ പീഡിപ്പിച്ചവർ, നബിയെ ആട്ടി ഓടിച്ചവർ, നബിയെ മർദ്ദിച്ചവർ, നബിയെ നാട് കടത്തിയവർ, അവർ പട്ടിണി കിടക്കുന്നു എന്നറിഞ്ഞപ്പോ ഒട്ടകപ്പുറത്ത് ശത്രുക്കൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത മുഹമ്മദ് നബിക്ക് തുല്യം ഏതസ് മിന്നംദരേ മ്ലേച്ഛാചാര്യണ സമുന്നിത മഹമദിദിക്കാത ശിഷ്യശാഖാ സമുന്നിതം. ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി അല്ലേ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയുക, ആ നബിയുടെ മാർഗം സ്വീകരിക്കുക. ഫലാ വറബ്ബിക്, ഫലാ വറബ്ബിക്, അല്ലാഹുവാണ് സത്യം. ലാ യുക്മിനൂൻ, നീ വിശ്വാസിയാവുകയില്ല. ഫലാ വറബ്ബിക് ലാ യുക്മിനൂൻ ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിലൊരു വിധി പറഞ്ഞിട്ട്, റസൂൽ ഒരു മാതൃക കാണിച്ചിട്ട് അത് സ്വീകരിക്കാൻ നിനക്ക് വൈമനസ്യമുണ്ടെങ്കിൽ നീ മുഅ്മിനാവൂല. 4-ാം അധ്യായം സൂറത്തുൻ നിസാ 65-ാമത്തെ വചനം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിക്കിടന്നിരുന്നു. ക്ഷീണിച്ച് അവശനായി നടന്ന് കാലുപൊള്ളി മരുഭൂമിയിൽ പൊള്ളലേറ്റ് പൊക്കിളകളെടുത്ത് ക്ഷീണിച്ചവശനായി ലോകത്തിന്റെ ഗുരു പ്രവാചകൻ, ആ മനുഷ്യൻ, ആ മഹാമനുഷി, ഹൃദയശുദ്ധിയുള്ള ആ മഹാമനുഷി, കുറ്റമറ്റൊരു മനസ്സുമായി, ശത്രുതയില്ലാത്ത നെഞ്ചകവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഹാബത്തെ കുറ്റമറ്റൊരു മനസ്സുണ്ടാവണട്ടോ, കുറ്റമറ്റൊരു മനസ്സ്. അപ്പോ അനുയായികൾ വെടുപ്പും വൃത്തിയുള്ളൊരു മനസ്സുണ്ടാകണോ? റസൂലിനോട് ചോദിച്ചു, നബിയേ ഷർട്ടിന് വെടുപ്പും വൃത്തിയും വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. മനസ്സിന്റെ വെടുപ്പും വൃത്തിയും എന്ന് പറഞ്ഞാൽ എന്താ? അസൂയല്ല, പകല്ല, വിദ്വേഷല്ല. ഹിന്ദു സഹോദര, മുസൽമാനോട് നീ എന്തിനാ പക വെക്കുന്നത്? RSSകാരാ, NDFകാരാ, സിമി സഹോദര, എന്തിനാത്? ഓരോരുത്തരുടെ മതം അതവര് അനുഷ്ഠിച്ചോട്ടെ, പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. പറയാ അല്ലേ, അതിനല്ലേ സ്വാതന്ത്ര്യം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നാട് വിട്ടു പോവുക, സ്വസ്ഥായിട്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ. അപ്പോ വഴിമധ്യത്തിൽ ഒരു യഹൂദൻ ഇബ്നു ദൂഗന്ന അദ്ദേഹം പറഞ്ഞു, അബൂബക്കറേ എങ്ങട്ടാ, എവിടേക്കാണ് പോണത്? ഞാൻ നാട് വിട്ടു പോവുക, ഇവിടെ പറ്റൂല, എനിക്ക് സ്വസ്ഥതയില്ല, ഞാൻ പോവുക. യഹൂദൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ പോണത്? നിങ്ങൾ നല്ലൊരു മനുഷ്യനാണല്ലോ, നിങ്ങൾ നല്ലൊരാളാണല്ലോ, നിങ്ങൾ എന്തിനാ പോണത്? ഒരു RSSകാരൻ നമ്മളോട് ചോദിക്കോ, മുജാഹിദേ, ഒരു RSSകാരൻ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ കെഞ്ചോ? NDFകാരാ, ലീഗുകാരാ, സിമിക്കാരാ, നീ നല്ല മനുഷ്യനാണല്ലോ, നീ പോകരുത് പറയോ? ഇല്ലല്ലേ, എവിടെയോ തകരാറുണ്ടല്ലേ അല്ലേ? ആ തകരാറ് തിരുത്തണ്ടേ, ആ തകരാറ് നമ്മൾ തിരുത്തണ്ടേ. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു സമൂഹത്തെ അല്ലാഹ് മാറ്റൂല, നമ്മൾ മാറ്റണം ഇല്ലേ? ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുർ റഅദ് 11-ാമത്തെ വചനം. അത് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, നന്നാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഹൂദൻ തടുത്തു നിർത്തി. ഞമ്മക്കോ ഇന്ന് ഒരയൽവാസി തൊട്ടടുത്ത്, ഞാൻ വീട് വെക്കുക, വേഗം വിറ്റ് വിട്ടോ. പണ്ട് കാലത്തൊക്കെ ദേവദാസൻ വന്നിട്ട് പറയും, മുഹമ്മദേ എന്റെ മോള് ലീല ഇവിടെ ഉണ്ട്, ഞാൻ ഓളെ ഒറ്റക്ക് ഇവിടെ നിർത്തി പോവാ, ഇജ്ജ് അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇന്നോ, മുഹമ്മദേ എന്റെ മോള് ലീല കേട്ടോ, ഞാൻ കൊണ്ടുപോവുക, ഇജ്ജ് അവിടെ ഉണ്ട് കേട്ടോ. മനസ്സിലായോ?
അതാണ് മാറണ്ടേ. കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ്. സദാചാരം കൽപ്പിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജനത. ആൽ ഇംറാൻ 3-ാം അധ്യായം 104, 110 വചനങ്ങൾ. സഹോദര ഇനി നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങുക. അത് പറഞ്ഞപ്പോ അത്രയും പറഞ്ഞു. അപ്പൊ നബിയുടെ വാള് ഒരു മരത്തിന്റെ മുകളിൽ പിന്നെ തൂക്കി വെച്ചു. ശത്രു വന്നു, വാളെടുത്തു, റസൂലുള്ളാഹിന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തി. ചോദിച്ചു, ആരാ രക്ഷിക്കുക? അല്ലാഹു. എന്ത്? അല്ലാഹു. മുസ്ലിങ്ങളെ, സുന്നികളെ, സുന്നി സുഹൃത്തെ, എപിക്കാരാ, ഈക്കേക്കാരാ, ഒരു ശത്രു കഴുത്തിൽ കത്തി കുത്തി വെക്കുമ്പോ അല്ല രക്ഷിക്കുന്നു പറയാനുള്ള ധൈര്യം ഉണ്ടോ? അതോ മൊയ്തീൻ ശേഖ് രക്ഷിക്കും ഉള്ളാളന്തങ്ങൾ കാക്കുന്നോ? ആണോ? എന്നിട്ട് എന്താ ഉള്ളാളന്തങ്ങളുടെ പരിസരത്ത് കുഴപ്പമുണ്ടായത്? അല്ലാഹു മനുഷ്യനിൽ ഇടപെടും. പടച്ച തമ്പുരാനിലെ തവക്കുൽ ചെയ്യുക. ഹസ്ബി അല്ലാഹ്, ഹസ്ബുൻ അല്ലാഹ്, നമുക്ക് അല്ല മതി, ഞങ്ങൾക്ക് അല്ല മതി, എനിക്ക് അല്ല മതി എന്ന് പറയാൻ റസൂല് പറഞ്ഞു. അല്ലാഹ് അയാളെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അല്ലാഹ്. ശത്രുവിന്റെ കൈകളിൽ നിന്ന് വാള് താഴെ വീണു. നബി അത് തിരിച്ചെടുത്തു. നിന്നെ ആരാ എന്നിൽ നിന്ന് രക്ഷിക്കാൻ വെച്ചു? മുഹമ്മദേ, നീ തന്നെ രക്ഷിക്കണം. പൊയ്ക്കോ. സാരല്ല, ജിന്നെ കൊല്ലാൻ നോക്കിയല്ലേ, ഒന്നുമില്ല, പൊയ്ക്കോ. ഈ രംഗം വർണ്ണിച്ചുകൊണ്ടൊരു കവിത ഉണ്ട് കേരളത്തിൽ. വെള്ളത്തോളം നാരായണ മേനോൻ അല്ലാഹു എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട് അല്ലേ? ONV കുറുപ്പ് ഇന്ന് ജീവിച്ചിരിക്കുന്ന കവിയാണല്ലോ. മുസ്ലിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇതുപോലെ ശത്രു വെട്ടാൻ വന്ന വാള് തിരിച്ചു വെട്ടാതെ അവനെ ഫ്രീ ആക്കി വിട്ടതിന്റെ പേരിൽ ONV കുറുപ്പ് NDF-നെ കുറിച്ചോ സിമീനെ കുറിച്ചോ മുജാഹിദിനെ കുറിച്ചോ സുന്നിനെ കുറിച്ചോ അങ്ങനെ ഒരു കവിത ചെയ്തു. ഒന്ന് ഇല്ലെങ്കിൽ എവിടെ തകരാറ് മനസ്സിലാക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊല്ലാൻ വാടക കൊലയാളിയെ നിയോഗിച്ചു. ആര്? സഫ്വാൻ ബിൻ ഉമയ്യ. അദ്ദേഹത്തിന് റസൂല് മാപ്പ് കൊടുത്തു. വിഷം പുരട്ടിയ വാളുമായി നബിയെ കൊല്ലാൻ വന്ന ഉമൈർ ബിൻ വഹബിന് റസൂലുള്ള നിരുപാധികം മാപ്പ് കൊടുത്തു. തന്റെ ഒട്ടേറെ അനുയായികളെ മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത യമാമക്കാരുടെ നേതാവ് തുമാമയോട് അത്യുദാരമായ ഔദാര്യം കാണിച്ചു റസൂല്. ഈ റസൂല് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുക്കയും അനുഗ്രഹമാണ്, ലോകർക്ക് മുഴുവനും അനുഗ്രഹമാണ്. 21-ാം അധ്യായം സൂറത്ത് അംബിയ 107-ാമത്തെ വചനമാണ്. ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നന്മകളോ? തൊഴിലാളികൾ അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. റസൂല് പഠിപ്പിച്ചു, കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടി കൊടുക്കണം. ഭാരിച്ച ജോലി ഏൽപ്പിച്ചാൽ നീ അയാളെ സഹായിക്കണം. നിന്റെ കീഴിൽ സ്ഥിരമായി ജോലി ചെയ്താൽ നീ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം ധരിപ്പിക്കണം. മതം നന്മയാണോ മതം തിന്മയാണോ പറയൂ തൊഴിലാളികളെ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ കൈയിൽ ഹസ്തദാനം ചെയ്തു. പരിക്കനായ കൈ. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ ഇത്, അസുഖാണോ? എന്താ അത്ര കട്ടിയെന്ന് ചോദിച്ചു. റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇത് മമ്മട്ടി പിടിച്ച് അധ്വാനിച്ച തയമ്പാണ്. അത് കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂല് 2 കരങ്ങളും ചുംബിച്ച് അത് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞു, അല്ലാഹും റസൂലും ഈ ലോകത്തെ ഏറ്റവും ആദരിക്കുന്ന 2 കൈകളാണ് ഈ കൈകൾ. തൊഴിലാളികളുടെ മഹത്വം ലോകത്തുയർത്തിയ പ്രവാചകൻ, ആ പ്രവാചകൻ വാഴ്ത്തപ്പെടട്ടെ. സഹോദര, ആ പ്രവാചകനോട് എതിർത്ത് നിൽക്കുന്നവരെ, സ്ത്രീലമ്പടനായി ചിത്രീകരിക്കുന്നവരെ, ആ പ്രവാചകൻ എന്തൊക്കെ ചെയ്തു? പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലം, ജീവനോടെ കുഴിച്ചു മൂടിയൊരു കാലം. ഇന്നും MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന ഓമന പേരിൽ ഗർഭത്ത് പാത്രത്തിൽ സ്ത്രീകളോട് അള്ളാഹുവിന്റെ വരദാനമാണ് നമ്മുടെ ഗർഭപാത്രത്തിലെ കുട്ടി. ആ കുട്ടി വളർന്നു വരുമ്പോ പെണ്ണായാൽ, കുട്ടികൾ കൂടുതലുണ്ടായാൽ സുഭിക്ഷമായി ജീവിക്കാൻ കഴിയില്ല. വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. സൂറത്ത് ഹൂദ് 11-ാം അധ്യായം
6-ാമത്തെ വചനമാണ്. എല്ലാ ജീവവർഗങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും അല്ലാഹ് ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. പേടിക്കണ്ട, പേടിക്കണ്ട. വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാക് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. ദാരിദ്ര്യ ഭയത്താൽ കുട്ടികളെ കൊല്ലരുത്. ഈ മതം നന്മയോ ഈ മതം തിന്മയോ? 6-ാം അധ്യായം 151, 17-ാം അധ്യായം 31. അപ്പോ കുട്ടികളെ കൊല്ലരുത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോടൊപ്പം ഇരിക്കുകയാണ്. അനുചരന്മാരോടൊപ്പം സാധാരണ സുബഹി നിസ്കാരം കഴിഞ്ഞ പല സന്ദർഭങ്ങളിൽ റസൂൽ ചോദിക്കും, കഴിഞ്ഞകാല ജാഹിലിയത്തിൽ, ഇരുണ്ട യുഗത്തിൽ നിങ്ങൾ ചെയ്തു പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്ന്. ഒരു മനുഷ്യൻ നബീന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. അയാൾ പറഞ്ഞു, നബിയേ, എനിക്കൊരു മോളുണ്ടായിരുന്നു, എനിക്കൊരു പൊന്നുമോളുണ്ടായിരുന്നു നബിയേ. അവൾ സുന്ദരിയായിരുന്നു. ഞാൻ അവളെ വളർത്തി, ആരും കാണാതെ വളർത്തി. അന്ന് പെൺകുട്ടികളെ വളർത്തിയ കാലമല്ല. ആരും അറിയാതെ, ആരും കാണാതെ ഞാൻ എൻ്റെ മോളെ വളർത്തി. വളർന്ന് വളർന്ന് അവൾ വിവാഹപ്രായത്തോടെ പറ്റി. അന്ന് ആളുകൾ അത് മണത്തറിഞ്ഞു, ആളുകൾ എന്നെ പ്രേരിപ്പിച്ചു. അങ്ങനെ അപമാന ഭാരത്താൽ എന്റെ മോളെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ അവളെ കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു. കുടുംബ സന്ദർശനമാണ് എന്ന് ഭാര്യയോട് പറഞ്ഞു. ഞാൻ അവളെ ധരിപ്പിച്ചു. എന്റെ മനസ്സ് വേദനിക്കുണ്ടായിരുന്നു നബിയെ. ഞാൻ അവളെ കൊണ്ടുപോയി, ഒരു കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയി, ഒരു പൊട്ടക്കിണറിലേക്ക് ഞാൻ എന്റെ മോളെ കൊണ്ടുപോയിട്ടു. എന്റെ മോള് ബാപ്പാ എന്ന് വിളിച്ച് കരഞ്ഞു. അവളുടെ കണ്ണുകളിലേക്ക് ഞാൻ മണ്ണ് വാരി എറിഞ്ഞു. നബിയെ, എനിക്കല്ലാഹു പുറത്തു തരുമോ, എനിക്കല്ലാഹു പുറത്തു തരുമോ? ഇത് കേട്ട നബിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി, കണ്ണുനീർ ചാലിട്ടൊഴുകി. വൈദൽ മൗദതു സുയിലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. 81-ാം അധ്യായത്തിൽ 8-9 വചനങ്ങൾ ഇറങ്ങി. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയത് എന്തിന് എന്ന് മത്സരയിൽ ചോദ്യമുണ്ട് സഹോദര, മത്സരയിൽ ചോദ്യമുണ്ട്. ഈ മതം നന്മയോ ഈ മതം തിന്മയോ? ഏറ്റവും നല്ല വീട് ഏതാണെന്നറിയുമോ സഹാബത്തെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബികൾ പറഞ്ഞില്ല. ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്ന ഭർത്താവുള്ള വീട്. ശ്രദ്ധിച്ചോ ചെറുപ്പക്കാരാ, 4 ആളുകളുടെ മുമ്പിൽ വെച്ച് കെട്ടിക്കൊണ്ടുവന്ന കരാറിൽ ഏർപ്പെട്ട പെണ്ണിനെ, മുഖത്തടിക്കുന്നവരെ, പീഡിപ്പിക്കുന്നവരെ നീ ശ്രദ്ധിച്ചോ. ലോകത്തിലെ ഏറ്റവും നല്ല പുരുഷൻ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാണ്, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറിയത് ഞാനാണ് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഴ്ത്തപ്പെടണമോ നിരാകരിക്കപ്പെടണമോ? പറയൂ ഹൈന്ദവ സഹോദര, പറയൂ യുക്തിവാദികളെ, പറയൂ കമ്മ്യൂണിസ്റ്റുകാരാ, ഈ നബി എങ്ങനെ പിന്തിരിപ്പനായി? പറയൂ നിങ്ങൾ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്യപിക്കരുത് എന്ന് പറഞ്ഞു. മദ്യം പാപമാണ് എന്ന് പറഞ്ഞു. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതൊക്കെ ഹറാം. അപ്പൊ നോക്ക്, ഞാൻ പ്രസംഗിച്ച് തിരിച്ചു ചെല്ലാൻ എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കും, ഒന്ന് വന്നിരുന്നെങ്കിൽ. എന്റെ മക്കൾ എന്നെ കാത്തിരിക്കും, ഒന്ന് വന്നിരുന്നെങ്കിൽ. ഞങ്ങളുടെ വാപ്പ വന്നിരുന്നെങ്കിൽ, എന്റെ ഭർത്താവ് വന്നിരുന്നെങ്കിൽ, എന്റെ മോൻ വന്നിരുന്നെങ്കിൽ. നേരെ മറിച്ച് ഞാനൊരു മുഴുകുടിയനാണെങ്കിലോ മദ്യപാനിയാണെങ്കിലോ എന്റെ മോനെന്ന് വരാതിരുന്നെങ്കിൽ, എന്റെ ഭർത്താവ് എന്ന് വരാതിരുന്നെങ്കിൽ, എന്റെ പിതാവ് എന്ന് വരാതിരുന്നെങ്കിൽ എന്നവർ വിചാരിക്കില്ലേ? സഹോദര, ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതാ മദ്യം നിങ്ങൾക്ക് നിരോധിച്ചു, നിങ്ങൾക്ക് ലോട്ടറി നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 5-ാം അധ്യായം 90. സഹോദര, മദ്യത്തെക്കുറിച്ച് ഏറ്റവും ശക്തമായ തീരുമാനം ലോകത്ത് ഇസ്ലാമിന്റെ തീരുമാനമാണ്. മദ്യപാനികളെ, ലോകത്തെ നശിപ്പിക്കുന്നവരെ, ഹാർട്ടിനെ നശിപ്പിക്കുന്നവരെ, ജീവിതത്തെ കൊല്ലുന്നവരെ, കുടുംബത്തെ അനാഥമാക്കുന്നവരെ, ഭാര്യയുടെ ശാപമായി തീരുന്നവരെ മദ്യം കൈകൊണ്ട് തൊടരുതേ, കഴിക്കരുതേ, ഹറാമാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം ലോകത്ത് നിലനിൽക്കണമോ നിലനിൽക്കണ്ടയോ? ആത്മഹത്യയില്ലാത്ത, ഇന്ത്യക്ക് തലവേദനയില്ലാത്ത, കേരള സർക്കാരിന് തലവേദനയില്ലാത്ത, ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ മുസ്ലിങ്ങൾ നിലനിൽക്കണമോ നിലനിൽക്കണ്ടയോ? ലോട്ടറി ഒരേപോലെ തന്നെ പാവപ്പെട്ടവന്റെ ആശയെയും കീശയെയും
ചൂഷണം ചെയ്യുന്നതാണ്, അത് തിന്മയാണ് എന്ന് പഠിപ്പിച്ച ഈ മതം നിലനിൽക്കണമോ നിലനിൽക്കണ്ടയോ? സ്ത്രീകളെ ബലാത്സംഗം ചെയ്യല്ലേ, ആക്രമിക്കല്ലേ, അവിടെ സൗന്ദര്യം വിറ്റ് പൈസ ഉണ്ടാക്കല്ലേ എന്ന് പറയുന്ന ഈ മതം നിലനിൽക്കണമോ നിലനിൽക്കണ്ടയോ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കല്ലേ, അളന്നു കൊടുക്കുമ്പോ കള്ളത്തരം കാണിക്കല്ലേ, പൂഴ്ത്തിവെപ്പ് നടക്കല്ലേ, ആളുകളെ വഞ്ചിക്കല്ലേ, ആളുകളുടെ വീടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കല്ലേ, വിരിയുടെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കല്ലേ എന്ന് പഠിപ്പിച്ച ഈ മതം നന്മയോ, ഈ മതം തിന്മയോ? ഏത് രാജ്യത്ത് ജീവിച്ചാലും മനസ്സ് ശുദ്ധമായാൽ നീ നന്ന് എന്ന് പഠിപ്പിച്ച ഈ മതം നിലനിൽക്കണമോ നിലനിൽക്കണ്ടയോ? ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും.